പെട്ടെന്ന് സ്റ്റോപ്പായി പോയില്ലോ, അടിപൊളി സൂപ്പർ, അവൻ തകർന്നു പോയി എന്ന് പറയുന്ന ഒരുപാട് പേര് ഉണ്ടാവും. പിന്നെ നമുക്ക് ഇന്നലെ നമ്മുടെ വെട്ടുകേസിന്റെ ഇതായിരുന്നു, വാദമായിരുന്നു. പിന്നെ ഇന്റർവ്യൂവിന്റെ ഭാഗത്ത് വേറെ പല കാര്യങ്ങളും നടന്നു. അത് ഞാൻ പറഞ്ഞില്ല അല്ലേ. സെക്കൻഡ് പാർട്ട് ഇടണ്ടെന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞോ? ഒരു ലേഡിയാണ് വിളിച്ചത്, നിങ്ങളാണെന്നാണ് പറഞ്ഞത്. എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അത് തെറി വിളിക്കല് 10-12 ദിവസമായി, 13 ദിവസമായി കണ്ടിട്ടെന്ന് തോന്നുന്നു. എന്റെ വലിച്ചിരിയൊക്കെ കണ്ടിട്ട് നിങ്ങൾ കുറെ നാളായി കാണും. 10-13 ദിവസമായി ഇതിന് മുന്നിലോട്ട് വന്നിട്ട്. ഒരു എനിക്ക് തോന്നുന്നു 2 വർഷമായിട്ട് വീഡിയോ എടുക്കാതിരിക്കുന്ന ഒരു ഫീല് നമുക്കുണ്ട് സത്യം പറഞ്ഞാല്. ഇങ്ങനെ മുന്നിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു വെപ്രാളം. തുടക്കത്തിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത ഒരു സമയത്ത് പിന്നെ അല്ല, നമ്മള് ബ്രേക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇടുക്കിയിലൊരു ഇഷ്യൂ ഉണ്ടായി. നമ്മള് തിരിച്ചു വരാൻ വേണ്ടി ഒരു 10 അതും ഒരു 15 ദിവസത്തോളം എടുത്തായിരുന്നു തോന്നുന്നു. നമ്മളൊന്നും പറയാതെ ഇങ്ങനെ വീഡിയോ ഒന്നും ഇടാതെ ആ ഒരു ടൈമിൽ എടുത്തിട്ടുണ്ടായി. അതുപോലെ ഇപ്പം സെക്കൻഡ് ടൈം. അപ്പം എല്ലാവർക്കും ഒരു ചിന്ത ഉണ്ടാവും. എനിക്ക് കുറേ മെസ്സേജസ് ഒക്കെ വന്നു, നിങ്ങൾ തകർന്നു പോയോ, നിങ്ങൾ എവിടെയാണ്. പിന്നെ കുറേ കമന്റ്സ് നെഗറ്റീവ് ഇടുന്നവർ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ എവിടെയോ കയറി ഒളിച്ചിരിക്കുകയാണ്. ഇന്റർവ്യൂ വന്നതിന് ശേഷമാണ് നമ്മൾ ഇന്റർവ്യൂ വരുന്നതിന് ഇന്റർവ്യൂ വരുന്ന പോലും നമ്മൾ അറിഞ്ഞിരുന്നില്ല. ഒരു 5 ദിവസം ഇന്റർവ്യൂ വരുന്നതിന് ഒരു 5-6 ദിവസം മുമ്പ് തൊട്ട് നമ്മൾ വീഡിയോ ഇടാതെ ഇരിക്കാൻ തുടങ്ങിയതാണ്. അപ്പം ഇന്റർവ്യൂ വന്നു, അതിനെക്കുറിച്ചൊക്കെ പറയാൻ കാര്യങ്ങൾ. അപ്പം നമ്മൾ എന്തുമായിരുന്നു ഇത്രയും ദിവസം വരാതെ ഇരുന്നതെന്നുള്ളതിൻ്റെ ഒരു കാര്യം. കഴിഞ്ഞ 2024 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മോശമായിരുന്നു, എങ്കിലും നല്ലതുമായിരുന്നു. അപ്പം നമുക്ക് അതൊന്ന് 2025 ഏറ്റവും ബെറ്റർ ലൈഫാക്കി തീർക്കണം. ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബെറ്റർ ലൈഫാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു. അതിന്റെ കാര്യങ്ങൾ എന്തായാലും പറയുന്നില്ല. അതൊരു വലിയ സർപ്രൈസ് തന്നെയാണ്. സർപ്രൈസിനുപരി എല്ലാവർക്കും ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതിന്റെ പിന്നാലെയാണ്. അപ്പോൾ പലരും ഗസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഏറ്റവും അവസാനം തന്നെ പറയത്തുള്ളൂ. അത് എന്തുവാണെന്ന് നമുക്ക് ഏറ്റവും അവസാനം അത് പറയാം. അതിന്റെ പിന്നിലുള്ള ഓട്ടത്തിലാണ് 2025 സ്റ്റാർട്ടിങ് മുതൽ. പിന്നെ അതിനകത്ത് വിഷമമുള്ള ഒരു കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിഷമമായിട്ടും അത് കാണണ്ട. നമുക്ക് നമ്മുടെ ലക്ഷ്മീസ് വേൾഡ്, നമ്മൾ 2ാമത് തുടങ്ങിയ ഷോപ്പ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2025 സ്റ്റാർട്ടിങ്ങോട് കൂടി നമ്മൾ ലക്ഷ്മീസ് വേൾഡ് താൽക്കാലികമായിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കാന്ന്, ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ചെയ്തേക്കാന്ന് വെച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലക്ഷ്മീസ് വേൾഡ് കുറച്ചുകൂടെ പ്രതീക്ഷകളോടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് 6 മന്തിൽ ആണ് നമ്മൾ ബാക്ക് നോക്കണ്ടേ, എങ്ങനെയാണ് നമുക്ക് ലാഭമുണ്ടോ മെച്ചമുണ്ടോ, എത്ര ലോസ് വന്നു, ഇതൊക്കെ നോക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ നോക്കിയപ്പോൾ നമുക്ക് കുറച്ച് ലോസ് ഉണ്ട്. കാരണം നമ്മൾ പൈസ കൂടുതൽ അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് ഒരു റിട്ടേൺ വേണമല്ലോ. അപ്പം നമ്മുടെ ആമിഫ്യൂലിനെ കമ്പാരിസൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒന്നും അല്ല. അപ്പോൾ നമുക്ക് നടക്കുന്നില്ല എന്നല്ല, നമുക്ക് അതിലോട്ട് പിന്നെ ഇറക്കിയിട്ട് തിരിച്ച് കിട്ടണം. നമുക്ക് അതിന്റെ ഒരു ആവശ്യം നമ്മൾ മെയിൻ ആയിട്ട് അവിടെ ഞാൻ ഫോക്കസ് ചെയ്തത് കോളേജ് പിള്ളേര്, കോളേജിന്റെ വാതിക്കാണ് നമുക്ക് വോക്കിംഗ് കസ്റ്റമേഴ്സ് കിട്ടും എന്നുള്ള ഒരു വിചാരമായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു വോക്കിംഗ് കസ്റ്റമേഴ്സ് നമുക്ക് കിട്ടിയില്ല. അപ്പൊ നമ്മൾ വോക്കിംഗ് കസ്റ്റമേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു ഷട്ടർ നോക്കി അതിന് ഏകദേശം അഡ്വാൻസ് വരെ കൊടുക്കുന്ന ഒരു സെറ്റപ്പായി. അപ്പൊ അവിടെ ഒരു ജ്വല്ലറിയാണ് ഇരുന്നിരുന്നത്. ആ ജ്വല്ലറിക്കാര് മാറിയില്ല. ആ ജ്വല്ലറി അവിടുത്തെ വാടക കൊടുക്കാതെ അവർ കൊടുത്തിരുന്ന സെക്യൂരിറ്റി എമൗണ്ട് വരെ വാടകയായിട്ട് ഓണർ പിടിച്ച് അവർ അവസാനം ലോക്കർ വരെ അവിടെ വെച്ചിട്ട് താക്കോല് വെച്ച് പൂട്ടിയിട്ട് അവര് മുങ്ങി, ഫോൺ ഓഫ് ചെയ്ത് മുങ്ങി. അപ്പൊ അവരുടെ ജ്വല്ലറിയിലെ ആ ലോക്കർ അവിടെ ഇരിക്കുവാണ്. അപ്പം ഓണർക്ക് പോയി തുറക്കാനും അതിനകത്ത് ജ്വല്ലറി ഉണ്ടെന്ന് പറഞ്ഞാല് പിന്നീട് അത് പറ്റത്തില്ല. അപ്പൊ അവര് തുറക്കാനായിട്ട് ഒന്നും പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഷട്ടർ ഏറ്റവും സെന്ററിൽ തന്നെ കിട്ടിയാണ്. കുറച്ചുകൂടെ അതെ നല്ലൊരു ഷട്ടർ കിട്ടിയായിരുന്നു. പക്ഷെ അത് നമുക്കത് വിധിച്ചിട്ടില്ല. അപ്പൊ അത് നമുക്ക് കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ലക്ഷ്മീസ് വേൾഡ് എടുത്ത് അങ്ങോട്ട് വെക്കാനും സാധിച്ചില്ല. മൊത്തത്തിൽ നമ്മൾ അങ്ങനെയൊന്നും ഈ ഒരു 2 മാസത്തോളം നമ്മൾ ലക്ഷ്മീസ് വേൾഡ് ഇപ്പം ഉടനെ നിർത്തണോ വേണ്ടി ഒന്നുകൂടെ നോക്കണോ എന്നൊക്കെ ആലോചിച്ചു. ഞങ്ങൾ ഏറ്റവും അവസാനം വിചാരിച്ചു നിർത്തണ്ട, നമുക്ക് അടുത്തൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. മൊത്തം എല്ലായിടത്തും ഒന്നും പരസ്യം കൊടുക്കാം. നമുക്ക് ഈ പോസ്റ്ററിലൊക്കെ മറ്റേ ഇത് ഒട്ടിക്കത്തില്ല, ഇങ്ങനെ ആഡ്സ് ഒട്ടിക്കാം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ എല്ലാം പ്രിന്റ് ചെയ്യാനായിട്ടൊക്കെ എല്ലാം റെഡിയാക്കി, അതായത് ഡിസൈൻ എല്ലാം ചെയ്തു. ലക്ഷ്മീസ് വേൾഡ്, ആമീസ് വേൾഡ് രണ്ടിനും കൂടെ നമ്മൾ എല്ലായിടത്തും ഒരു സൈഡിൽ കൂടെ ഞാനും സബിനെ ഏർപ്പാട് വരെ ചെയ്തേ. സബിൻ പോയിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എടാ അടുത്ത ദിവസം വിളിക്കും, നീ വരണം,
ഞാൻ സബിനും ഒരു ഏരിയ ഫുള്ള്, ഇവളും രാഹുലിയായിട്ട് ഒരു ഏരിയ. അതായത് നമുക്ക് കോട്ടയം ചങ്ങനാശ്ശേരി ഫുള്ള് നമുക്ക് എല്ലായിടത്തും നമ്മുടെ കടയുടെ പരസ്യം ഏകദേശം 100 അടിക്കുന്നതിന് 3000 രൂപയാണ്. അപ്പൊ നമുക്ക് ഒരു 500 1000 അടിച്ചിട്ടാണേലും എല്ലാ മുക്കിലും മൂലയിലും അടിക്കാമെന്ന് ഡിസൈൻ ചെയ്ത് പിറ്റേ ദിവസം രാഹുലിയായിട്ട് ഒരു ന്യൂസ് എടുത്ത് കാണിക്കുന്നു. ഒരു പോസ്റ്റേലും ഒരിടത്തും നമുക്ക് ഫ്ലെക്സ് അടിക്കാൻ പറ്റുകയില്ല, ഒന്നും വെക്കാൻ പറ്റുകയില്ല. അത് നല്ലൊരു നിയമം തന്നെയാണ്. പക്ഷെ നമുക്ക് ബിസിനസ്സുകാർക്ക് പലർക്കും അതൊരു തിരിച്ചടിയാണ്. പക്ഷെ അത് നല്ല നിയമം തന്നെയാണ്, അത് നമ്മളെ അംഗീകരിച്ചു. അപ്പൊ നമുക്ക് ആ പ്രതീക്ഷ അവിടെ പോയി കാണിച്ചു തന്നു. അല്ലെ നമ്മള് ഡിസൈൻ എല്ലാം റെഡിയാക്കി അത് പൈസ കൊടുത്തിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ. അപ്പൊ നമുക്ക് അവിടെ അങ്ങനെ ഒരു വഴി അടഞ്ഞു. അപ്പൊ നമുക്ക് എന്നാ വിചാരിച്ചു ഈ ഷട്ടർ ഇനി മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. കാരണം നമുക്ക് ഇടയ്ക്ക് നമ്മുടെ കച്ചവടത്തിൽ പിന്നെ പല കാര്യങ്ങളും ഉണ്ടായില്ല. ഇടയ്ക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ നമ്മുടെ ലക്ഷ്മി സ്റ്റോർ തുടങ്ങിയപ്പോൾ നമുക്ക് സ്റ്റാഫ് ഉണ്ടായിരുന്നു. ആളുടെ അമ്മയ്ക്കാണെങ്കിലും വയ്യാതെ വന്നിട്ട് പോയിട്ടാണ് നമുക്ക് പെട്ടെന്ന് ചേച്ചീനെ കിട്ടിയത്, നമ്മുടെ കടയിൽ നിന്ന് ചേച്ചി. അപ്പം ചേച്ചിക്കും ഫാമിലിയിലാണെങ്കിൽ അനിയൻ ആക്സിഡന്റ് ഒക്കെ ആയിട്ട് ചേച്ചിക്ക് നമുക്ക് ലീവ് കാര്യങ്ങളായിട്ട് പോകേണ്ട, ലീവ് വേണം. അപ്പം നമുക്ക് അത് മുന്നോട്ട് നമുക്ക് പറ്റത്തില്ല. കാരണം അനീത്തി പോയി വെളിയിലോട്ട് പോയി. അപ്പം ചേച്ചിയുടെ അനീത്തിയുടെ കുഞ്ഞും ഇവിടെ ചേച്ചിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പം ചേച്ചിക്ക് പോയും വരും ഒക്കെ നിൽക്കേണ്ടി വരും, കുഞ്ഞാണ് നോക്കണ്ടായിരുന്നു. അപ്പം മൊത്തത്തിൽ നമുക്ക് അങ്ങനെ ഒരു ഇത് വന്നു. നമുക്ക് ഇനി പെട്ടെന്ന് ഒരാളെ കൊണ്ട് നിർത്താനായിട്ടും പറ്റില്ല. അല്ല, മെയിൻ ആയിട്ട് നമുക്ക് വെറുതെ അവിടെ ഒരു സാലറി കൊടുക്കുന്നു, അതേ കൂട്ടത്തിൽ ആ വാടക ചുമ്മാ പോകുന്നു. നമുക്കൊരു തിരിച്ചൊരു റിട്ടേൺ വേണം ഒരു ഷോപ്പ് നടത്തുമ്പോൾ. അപ്പൊ അത് അവിടെ താൽക്കാലികമായിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്ത് കേട്ടോ. അപ്പം ലക്ഷ്മി വേൾഡ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് കൂട്ടത്തിൽ തന്നെ ഇത്രയും ദിവസം എന്തുകൊണ്ടായിരുന്നു നമ്മൾ തിരക്കെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും പ്രൈമറി ആയിട്ട് ഏറ്റവും വലിയൊരു കാര്യം ഇതിന്റെ പുറകിൽ റണ്ണിങ് ആയിട്ട് നിപ്പുണ്ട്. അത് പലരും ഗസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴൊന്നും പറയത്തില്ല. അത് നിങ്ങളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. നിങ്ങളുടെ അടുത്ത് എന്ത് തുറന്ന് പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ. ഈ ഒരു കാര്യം മാത്രം ഏറ്റവും അവസാനം നിങ്ങൾ സന്തോഷിച്ചാൽ മതി. ആ കൂട്ടത്തിൽ നമ്മളും ഏറ്റവും സന്തോഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ സെക്കൻഡറി ആയിട്ട് നമ്മൾ ലക്ഷ്മി വേൾഡ് സ്റ്റോപ്പ് ചെയ്ത കൂട്ടത്തിൽ നമ്മൾ അവിടുത്തെ നമുക്കിപ്പോൾ വാടകയ്ക്കാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അവിടെ പൊളിച്ച ഇന്റീരിയർ ഒന്നും നമുക്കിവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യമില്ല. അല്ലെങ്കിൽ പുറത്ത് വെച്ചെല്ലാം നഷ്ടപ്പെട്ടു പോകും, പുറത്ത് വെച്ചാൽ തടിയെല്ലാം പോകും. അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു വന്നാൽ പിന്നെ നമ്മുടെ ആമീസ് വേൾഡ് ഒന്ന് മാറ്റിയേക്കാം, അതിന്റെ മുഖച്ചായ ഒന്ന് മാറ്റിയേക്കാം, കുറച്ചൊരു സ്പേസ് ഒക്കെ ആക്കി എടുത്തേക്കാന്ന് വെച്ചു. നമ്മൾ ഈ 10-12 ദിവസമായിട്ട് നമ്മുടെ ആമീസ് വേൾഡ് മൊത്തത്തിൽ ഒന്ന് മുഖച്ചായ മാറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ കടയിൽ വരുന്നവർക്കൊക്കെ മനസ്സിലാവും. നമ്മുടെ മറ്റേ ചാനൽ വി ആർ ലവ് 2.0 നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്. അതിനകത്ത് കടയുടെ മാറ്റമൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ. പോയി ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ കടയൊന്ന് കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 12-13 ദിവസമായിട്ട് ഞങ്ങൾക്ക് ഉറക്കമില്ലാത്ത നാളുകളായിരുന്നു. കാരണം നമ്മൾ ഒരുപാട് നമ്മൾ പുറത്ത് ഒത്തിരി ജോലി കൊടുക്കാതെ നമ്മൾ ഇപ്പൊ ലക്ഷ്മി വേൾഡ് തുടങ്ങിയപ്പോഴാണെങ്കിലും ഞങ്ങളാണ് കൂടുതൽ അതിനകത്ത് കഷ്ടപ്പെട്ടത്. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ടാലേ അതിനുള്ള റിസൾട്ട് കിട്ടും. എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മുടെ കോൺട്രിബ്യൂഷൻ കൊടുത്ത് നമ്മളെക്കൊണ്ട് പറ്റാത്ത കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളെല്ലാം പണിക്കാർ വെച്ച് ചെയ്തോണ്ടല്ലേ. അതുപോലെ തന്നെ ഇവൻ ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് പഠിച്ചതെല്ലാം കൂടെ നമ്മളും കൂടെ പഠിച്ചു. അച്ഛനൊക്കെ എല്ലാ പണിയും പഠിച്ചു. കബോർഡ് ചെയ്യാൻ പഠിച്ചു, വെൽഡ് ചെയ്യാൻ പഠിച്ചു, കട്ട് ചെയ്യാൻ പഠിച്ചു, എല്ലാ കാര്യം. പക്ഷെ മെഷീൻസ് ഒക്കെ വേണം കേട്ടോ. അതൊക്കെ നമ്മളെ സഹായിക്കാനായിട്ട് രാജേട്ടനാണെങ്കിൽ അവര് നമുക്ക് മെഷീൻസ് ഒക്കെ തന്നിട്ട് നമ്മൾ അല്ലാതെ വാടകയ്ക്ക് എടുത്തു മെഷീൻ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. പിന്നെ ഫ്ലെക്സ് ഒട്ടിക്കാൻ പഠിച്ചു, കബോർഡിനകത്ത് കബോർഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും, ഇപ്പൊ സ്റ്റിക്കർ, അങ്ങനെ എല്ലാ വർക്ക്സും വഴി എല്ലാ വർക്കുകളും കാര്യങ്ങളും പഠിച്ചു. പിന്നെ ഇലക്ട്രീഷ്യന്റെ വഴി ഞാൻ പഠിച്ചു, ലൈറ്റ് വരെ ഞാൻ പിടിപ്പിച്ചു കേട്ടോ. കാരണം ഒരുപാട് ലൈറ്റുകളല്ലായിരുന്നു ലക്ഷ്മി വേൾഡിൽ. നമ്മൾ ഒരുപാട് ലൈറ്റുകൾ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ലക്ഷ്മി അതായത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കട തുടങ്ങി, അതൊരിക്കലും നമുക്ക് അതിനകത്തൊരു ഇത് വന്നു, അതൊരിക്കലും നഷ്ടപ്പെടുത്താതെ നല്ല രീതിയിൽ ഇങ്ങോട്ട് ഇംപ്ലാന്റ് ചെയ്ത് ഒരു നഷ്ടവും, അതായത് നമുക്ക് ഒരു രീതിയിൽ ഒരു സാധനം പോലും ഒരു മുട്ടുസൂചി പോലും പോവാത്ത രീതി, അതായത് അതിൽ എന്തെല്ലാം ആണ് തറച്ചോ ആ ആണിനെ തിരിച്ച് ഇവിടെ കൊണ്ട് തറച്ച് നല്ല രീതിയിൽ. അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ ഉള്ളവർ വന്നിട്ട് മിടുക്കനാണല്ലോ, ഒരു സാധനം പോലും കളയാൻ അതുപോലെ ഒന്നും നമുക്ക് വിട്ടുകൊടുക്കാനായിട്ട് പറ്റില്ല. കാരണം നമുക്ക് അതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടം. അല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മളിപ്പം ആമീസുകളിലാണെങ്കിലും ഷോപ്പ് പണിതേക്കുന്നത് ഓരോ സാധനം നമ്മൾ സ്ക്രൂ ചെയ്താ വെച്ചേക്കുന്നത്. കാരണം ഓരോന്നും നമുക്ക് എടുത്തിട്ട് പോകുന്ന രീതിയിലാണ്. ഒരു ഷട്ടർ മാറുമ്പോൾ ഒരു സാധനം പോലും വേസ്റ്റ് ആക്കില്ല. അപ്പം നമ്മൾ അങ്ങനെയായിരുന്നു ലക്ഷ്മി വേൾഡിലും ചെയ്തത്. നമുക്ക് ഒരു സാധനം പോലും നഷ്ടപ്പെടുത്താതെ കൊണ്ടുവന്ന് എവിടെ വേണമെങ്കിലും നമുക്ക് ഫിറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരുന്നത്. അതുകൊണ്ട് ഒറ്റ സാധനം, ഒരു 100 രൂപയുടെ പോലും സാധനം പോയിട്ട് ഒരു സ്ക്രൂ പോലും നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടില്ല. പക്ഷേ നമുക്ക് നഷ്ടം വന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വാടകയും കുറച്ച് സാലറിയും. അത് നമ്മൾ വലിയ കാര്യമൊന്നും ആക്കുന്നില്ല. ഇപ്പൊ ചേച്ചിക്ക് കൊടുത്താണ്, ആ ഒരു ഫാമിലി അവർക്ക് കഴിയാൻ വേണ്ടിയിട്ട് കൊടുത്ത ഒരു ഇതാണ്. പിന്നെ റെന്റ് കൊടുത്തു, അത് നമുക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളാണ് അതിന്റെ ഓണർ സണ്ണി ചേട്ടൻ. അത് നമുക്ക് എല്ലാം കറക്റ്റ് ആയിരുന്നു കേട്ടോ.
പാവം ഒരു മനുഷ്യൻ സണ്ണി ചേട്ടൻ. അപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ മാറുവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അന്ന് അങ്ങനെ വെച്ചുകൊണ്ട് നിന്നിട്ട് കാര്യമില്ലെങ്കിൽ വേണ്ട മോനെ അമല എന്ന് പറഞ്ഞു. കാരണം അവർക്ക് മക്കളില്ല. അപ്പം മക്കളെ പോലെ തന്നെയാണ് കണ്ട് നമ്മുടെ അടുത്തും പെരുമാറുന്നത്. അപ്പം നിങ്ങൾ വേറൊരു ഓപ്ഷൻ നോക്കുവാണെങ്കിൽ അങ്ങനെ നോക്കുക എന്ന് പറഞ്ഞ് നമുക്ക് ഒരു മടിയും കൂടാതെ സെക്യൂരിറ്റി ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്ക് പേടിയായിരുന്നേ. കാരണം ഒരു 11 മാസത്തേക്കല്ലേ എഗ്രിമെന്റ് വെക്കുന്നത്. അപ്പം നമുക്ക് തിരിച്ച് പൈസ തരുമോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്തെങ്കിലും പറയുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയായിരുന്നു. പക്ഷെ നമ്മൾ ഒരു മനുഷ്യന്റെ അടുത്ത് ഇടപെടുന്ന പോലെ നമ്മുടെ അടുത്ത് തിരിച്ച് അവർ ഇടപെടുത്തു. നല്ല സ്നേഹം. രണ്ടുപേരും ചേച്ചി ആണെങ്കിലും രണ്ടുപേരും ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ വേറൊരിടത്തോട്ട് മാറ്റി വെക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ രക്ഷപ്പെട്ട് കണ്ടാൽ മതി കേട്ടോ. അതാണ് മെയിനായിട്ട് പറഞ്ഞത്. നിങ്ങൾ രക്ഷപ്പെടണം. അപ്പൊ നമ്മൾ ഈ ഒരു നമ്മളിപ്പോൾ ലക്ഷ്മീസ് വേൾഡ് നമ്മൾ നിർത്തിയതിൽ സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മൾ അതായത് സങ്കടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ലക്ഷ്മീസ് വേൾഡ് തുടങ്ങിയപ്പോൾ നമ്മൾ 2 പേർക്ക് ഗോൾഡ് കോയിൻ ഒക്കെ കൊടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം നമ്മൾ അത്രയും ഒരു പ്രതീക്ഷയോടെ അല്ലെങ്കിൽ അത്രയും ഒരു സന്തോഷത്തോടെ ഒരുപാട് പേരെ അനുഗ്രഹത്തോടെ തുടങ്ങിയൊരു ഇതാണ്. അപ്പൊ അത് ഇവിടെ സഡൻലി പെട്ടെന്ന് സ്റ്റോപ്പ് ആയി പോയില്ലോ, അടിപൊളി സൂപ്പർ അവൻ തകർന്നു പോയി എന്ന് പറയുന്ന ഒരുപാട് പേര് ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ട്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം ഇതിനേക്കാളും മോശം അവസ്ഥ ഇന്നിപ്പം നമ്മൾ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പൊട്ടിപ്പോയ പല സാഹചര്യങ്ങളും വന്നു. ഇടുക്കിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെറും സീറോ ആയിട്ടാണ് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലോട്ട് വന്നത്. ഇന്നിപ്പോൾ ഒരു കടയാണേലും അല്ലെങ്കിൽ ഇപ്പം നിലവിൽ ഇപ്പോൾ ഒരു കട 2 കടയിലോട്ട് ഞങ്ങൾ എത്താനായിട്ട് ഉണ്ടായ കഷ്ടപ്പാടും ഒരുപാട് കാര്യങ്ങളും ആരോഗ്യം ദൈവം ഇന്നും തന്നിട്ടുണ്ട്. ദൈവമായിട്ട് വിചാരിക്കണം നമ്മൾ തോൽപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ തോക്കത്തില്ല. എന്നും നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകത്തുള്ളൂ. പ്രാർത്ഥിക്കുക ഒരുപാട് പേരുണ്ട്. അതാണ് ഇത്രയും ദിവസം വരാതിരുന്നപ്പോൾ അന്വേഷിച്ച ഒത്തിരി പേരുണ്ട്. എനിക്ക് പലരോടും വിഷമോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി കാര്യങ്ങളൊന്നും ഇടാതെ നമ്മൾ യൂട്യൂബിൽ കയറുന്നില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം, മെയിൻ കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യരാണ്. നമുക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓട്ടോമാറ്റിക്കലി കമന്റ്സ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവും. അത് മനുഷ്യരാണ്. അപ്പൊ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ബ്രേക്ക് കൂടെ എടുത്താണ്. യൂട്യൂബിലോട്ട് കയറണ്ട, അല്ലെങ്കിൽ ഇതിലോട്ട് വരണ്ട, ഇവിടെ നോക്കുന്നില്ല. ഞങ്ങൾ അതിനകത്ത് എൻഗേജ്ഡ് ആണ് കംപ്ലീറ്റ്. നമ്മൾ അത് ഒരു കംപ്ലീറ്റ്ലി ഒരു സാധനം തീർത്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് നമ്മൾ ഇതിനകത്തോട്ട് പോകുമ്പോ പിന്നെ നമ്മുടെ ദിവസങ്ങൾ പൊക്കോണ്ടിരിക്കുള്ളൂ. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മളെ ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ലൈഫിനെ ഒരു രീതിയിൽ നമ്മൾ ബാധിച്ചിട്ടില്ല. അതിനകത്ത് നെഗറ്റീവ്സ് വരും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്റർവ്യൂ കൊടുത്തത്. കാരണം നെഗറ്റീവ്സ് വരും എന്ന് വെച്ചാൽ നമ്മളെ മോശം പറയുന്നവർ എന്നും മോശം. നമുക്ക് ഒരിക്കലും ഒരാളെ തിരുത്താനായിട്ട് പറ്റത്തില്ല. ഞാൻ പറയുന്ന മാത്രം ശരിയെന്ന് വാദിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കും അഭിപ്രായങ്ങളുണ്ട് ശരിയോ തെറ്റെന്നുള്ളത്. കാരണം നിങ്ങൾ അല്ലെ നിങ്ങളുടെ വീട്ടിലുള്ള അച്ഛനും അമ്മയും എന്തുവാണോ, അപ്പം നിങ്ങൾ നല്ല അച്ഛനും അമ്മയും അത് വെച്ചിട്ടാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എനിക്കുണ്ടായ അനുഭവം എന്തുവാണോ അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്റെ അച്ഛനും അമ്മ ഇങ്ങനെയാണല്ലോ, അപ്പൊ അങ്ങക്ക് മോശമാണോ, പറയുന്നത് തെറ്റാണ്. പിന്നെ കഥ അറിയാതെ ആട്ടമാടുന്ന കുറെ പേരുണ്ട്, കുറെ അവന്മാരുണ്ട്. അതുല്, ഡാനി, അങ്ങനെ കുറെ അവന്മാരുണ്ട്. അവന്മാർക്കൊന്നും കാര്യങ്ങളൊന്നും അറിയത്തില്ല. എന്റെ അമ്മ ഇങ്ങനെയാണല്ലോ, അപ്പൊ നാളെ അവന്റെയും കല്യാണം കഴിയും, അല്ലെ ആരുടെയാണെങ്കിലും കല്യാണം കഴിയും. ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. അപ്പം ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ എന്താണോ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാടൊന്നും മോശമായിട്ട് ആരെ കുറിച്ചും പറഞ്ഞിട്ടില്ല. പിന്നെ ഇന്റർവ്യൂവിനെ കുറിച്ച് പറയാനായിട്ടാണ് ഒരു കാര്യം കൂടെ ഉണ്ട്. പാർട്ട് 2 വരുന്നില്ല. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ എടുത്ത് പറഞ്ഞു എന്തോ പാർട്ട് 2 വരാത്തെ. ഒത്തിരി ടൈം എടുത്തല്ലേ, 3 മണിക്കൂർ എടുത്ത. അപ്പൊ ഞാൻ എഡിറ്റ് ചെയ്ത് ഇനി എത്ര ഉള്ള ഞാൻ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ല ഫുള്ളി. സത്യമായിട്ട് ഞാൻ കണ്ടേട്ടോ. ഞാൻ വന്നല്ല വന്ന് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത ദിവസം അപ്പൊ വാട്സപ്പിൽ നോക്കിയപ്പോ ഒരാൾ ലിങ്ക് ഇട്ട് തന്നിരുന്നു. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അല്ലാതെ ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ അടുത്ത് സ്നേഹം വിളിച്ച് പറഞ്ഞില്ലായിരുന്നു. സ്നേഹം അറിഞ്ഞില്ല. ഇന്റർവ്യൂ എടുത്ത പബ്ലിഷ് ആയി കഴിഞ്ഞ് തിരിച്ച് ലീവ് കഴിഞ്ഞ് വന്നപ്പോഴാണ് അറിയുന്നത് പബ്ലിഷ് ആയത്. അതുകൊണ്ട് നമ്മളെ ഇൻഫോം ചെയ്യാൻ പറ്റിയില്ല. അതെ. അപ്പം അങ്ങനെ ഒരു കാര്യം ഉണ്ടായി. അപ്പൊ ഞാൻ പിറ്റേ ദിവസമാണ് കണ്ടത്. അപ്പം അതിനകത്ത് ഓട്ടോമാറ്റിക് കുറെ നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കാണുന്നല്ലേ പല ഇന്റർവ്യൂസും ഞാനും കണ്ടിട്ടുള്ള എല്ലാവരെയും ഇത് തന്നെ സ്ഥിരം പരിപാടി. എല്ലാവരും ഇത് തന്നെ. അറിയാത്തവരാണെങ്കിലും വന്നിടും, അറിയുന്നവരാണെങ്കിലും വന്ന്. അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. അപ്പം ഇന്റർവ്യൂവിന് നെഗറ്റീവ് വന്നെന്നോ അല്ലെങ്കിൽ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യം. പക്ഷെ നമ്മളെ ഇപ്പം ഒരുപാട് നമുക്ക് വിഷമിക്കേണ്ട കാര്യങ്ങൾ വരുന്ന കൂടുതലും കാര്യങ്ങൾ വരുന്നത് നമ്മളെ ഒത്തിരി മോശം പറയുമ്പോൾ, ഭയങ്കരമായിട്ട് മോശം പറയുമ്പോൾ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, എന്നെ അറിയാതെ സംസാരിക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം വരും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ അവരെ അത്രയും സ്നേഹിച്ചിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന ഒരാളാണ്. ഭാര്യയ്ക്ക് രണ്ടാമതൊരു സാധനം ഞാൻ എന്റെ ജീവിതത്തിൽ അവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു കുറെ നാൾ മുമ്പ് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് എന്റെ ഏറ്റവും ഒന്നാമത്തെ സാധനം ഞാൻ അവർക്ക് കൊടുത്തത്. അവർക്ക് ന്യായവും നീതിയും കിട്ടണമെന്നുള്ള ഒറ്റ കാര്യത്തും കൊണ്ടാണ് എന്റെ അവസാനം വരെ അവൾ മാത്രമേ കാണത്തുള്ളൂ എന്ന ഒരു ബോധ്യം വന്നപ്പോഴാണ് കൂടുതലായിട്ടും അവർക്ക് പ്രാധാന്യം കൊടുക്കാനായിട്ട് തുടങ്ങിയത്.
അപ്പം പിന്നെ ഞാൻ അങ്ങനെയാണെന്ന് പറയുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും കുറേ വിഷമങ്ങൾ ഉണ്ടാകാറുണ്ട്. പിന്നെ ഇപ്പം നമ്മളെ, അതായത് എന്നെ അറിയാവുന്ന ഒരാൾ വന്നിട്ട് ഭയങ്കര മോശം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി വിഷമമാകത്തുള്ളൂ. ഈ കുറെ അറിയാത്തവർ കുറെ തെറി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ വിഷമം ഉണ്ടാവും. ഓട്ടോമാറ്റിക്കലി മനുഷ്യനെന്ന രീതിയിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് വിഷമം ഉണ്ടാവും. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ആക്കിയില്ല. നമ്മുടെ ജീവിതത്തിൽ ഇന്റർവ്യൂവിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ വിഷമം ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ ആ ഇന്റർവ്യൂ കണ്ടു, പിന്നെ ഞാൻ അതിനകത്ത് കമന്റ്സ് നോക്കാൻ പോയില്ല. കുറെ നെഗറ്റീവ്സ് ആണ് നമ്മൾ കണ്ടു, പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് വരുന്നവരെയും നെഗറ്റീവ്. കാരണം എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ വന്ന് നമ്മളെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടാൽ അവരെയും തെറി പറഞ്ഞ് ഓടിക്കും അവര്. കാരണം എല്ലാവരും നമ്മളെ ആവശ്യമില്ലാതെ തെറി വിളിക്കുമ്പോൾ അവരും ഡിലീറ്റ് ആക്കി കമന്റ് പോകും. അങ്ങനെ കേട്ടോ. അപ്പൊ ഇന്നിപ്പോ വലിയൊരു പട തന്നെ നമുക്കെതിരെ ഉണ്ട്. അതിനകത്ത് സത്യം പറഞ്ഞാൽ അഭിമാനിക്കുകയൂടെ ചെയ്യാം. കാരണം നമുക്ക് വേണ്ടിയിട്ട് അന്വേഷിക്കാൻ വേണ്ടി ഒരുപാട് അമ്മച്ചിമാരുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ചേച്ചിമാർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുന്നു. നമ്മളെ കുറിച്ച് മാത്രം ചർച്ചയാക്കാൻ വേണ്ടി ജീവിതമേ ഒഴിഞ്ഞു വെച്ചേക്കുന്ന ആൾക്കാർ. എനിക്കറിയത്തില്ല, 24 മണിക്കൂർ നമ്മളെ കുറിച്ച് മാത്രം ചിന്തിച്ച് നെഗറ്റീവ്സ് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചേക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാം സ്മരിക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ കമന്റ്സ് നോക്കിയിട്ട് പിന്നീട് അങ്ങോട്ട് വന്നിട്ടില്ല. കാരണം നമ്മുടെ മൈൻഡ് വെറുതെ നെഗറ്റീവ് ആക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ യൂട്യൂബിലോട്ട് കയറാനായിട്ട് വന്നിട്ടില്ല. ആ ഇന്റർവ്യൂ വന്നതിന് ശേഷം, അതിന് മുമ്പ് നമ്മൾ വന്നിട്ടില്ല. അതിന് മുമ്പ് നമ്മൾ കുറെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം, എന്ത് കാര്യങ്ങൾ ഇത് ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. നമ്മളാണല്ലോ എല്ലാം വെച്ചത്. അപ്പൊ നമ്മൾ തിരിച്ചതെങ്ങനെ എടുക്കുന്ന പ്ലാനിങ്ങിലായിരുന്നു. അതെ, അപ്പൊ നമ്മൾ ഫുൾ എടുത്തു. നമ്മൾ ഷോപ്പിന്റെ കാര്യങ്ങളെല്ലാം ആമീസ് വേൾഡിലോട്ട് എല്ലാം മാറ്റി. ആമീസ് വേൾഡിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ഇറക്കി അവിടോട്ട് പുതിയ സാധനം ഇംപ്ലാന്റ് ചെയ്ത് അവിടെ ഫുൾ അടുക്കി കയറ്റുക എന്ന് പറഞ്ഞാല് അതൊരു ടാസ്ക് ആയിരുന്നു. ഉറക്കമില്ലാത്ത ദിവസങ്ങളായിരുന്നു. എന്റെ അമ്മ കിളി പാറി എന്ന് പറഞ്ഞാൽ വീട്ടിൽ വരുന്നത് 4 മണി 5 മണി. ഈ കൂട്ടത്തിലെല്ലാം രാഹുൽ ചേട്ടായി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ 3 പേരും ഉറക്കമില്ല എന്ന് വെച്ചാൽ തുള്ളി പോലും ഉറക്കമില്ല. രാവിലെ 10 മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് കിടന്നിട്ട് പിന്നെയും കടയിലോട്ട് പോകും, അടുക്കി പറക്കും, പിന്നെയും രാത്രി 3 മണി 4 മണി തിരിച്ചു വരും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഈ ഒരു കുറച്ച് ദിവസം. അപ്പോൾ ഇതിനിടയ്ക്ക് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമും എല്ലാം കംപ്ലീറ്റ്ലി ഞാൻ മറന്നുപോയി. ഫേസ്ബുക്കിൽ ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു, അതും മറന്നുപോയി. എല്ലാം കംപ്ലീറ്റ്ലി ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമ്മുടെ ലൈഫിൽ നിന്ന് മാറി. അപ്പോൾ പക്ഷെ കുറച്ച് സന്തോഷമായിരുന്നു കേട്ടോ. ഒരു പരിധി വരെ പറഞ്ഞാൽ കുറേ നമുക്ക് സന്തോഷമുണ്ടായി. കാരണം ബാക്കി കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ടും ജോലികൾ ചെയ്യുന്നു, അതിൽ നിന്ന് വരുന്നു, നമ്മൾ കിടന്നുറങ്ങുന്നു, കുഞ്ഞുങ്ങളെ കാണുന്നില്ല സത്യം പറഞ്ഞ ഇതിനിടയ്ക്ക് കേട്ടോ. കുഞ്ഞുങ്ങളെ ഇടയ്ക്ക് ഇവരെ ഒന്ന് ഹാപ്പി ആക്കണല്ലോ. പിന്നെ കുറച്ച് ടൈം കിട്ടി അച്ഛൻ കൊണ്ടുവന്ന് കുറച്ചു പാർക്കിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു. കാരണം പിള്ളേർക്ക് ഒരിക്കലും അങ്ങനെ തോന്നലല്ലോ. ഞങ്ങളുടെ തിരക്ക് കാരണം അവരെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് തോന്നില്ല. അപ്പൊ ഞാൻ രാവിലെ പറയും, മോനെ സ്കൂളിൽ പോയിട്ട് വരുമ്പോ അച്ഛൻ പാർക്കിൽ കൊണ്ടാക്കി കേട്ടോ. രാവിലെ കുളിപ്പിച്ച് വിടുന്നത് തിരിച്ചു വരുമ്പോ രാവിലെ ആയിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പം അച്ഛൻ ഇന്ത്യ പാർക്കിൽ പോകാം. ഒരു ദിവസം കൊണ്ടാകാൻ പറ്റില്ല. ഞാൻ ഓർത്ത് വൈകിട്ട് 8 മണി വരെ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും അവള് ഭയങ്കര സന്തോഷത്തിൽ ആമി ഇറങ്ങി വന്ന് പാർക്കിൽ പോകാന്ന്. അവിടെ ചെന്നപ്പോ പാർക്ക് അടച്ചുപോയി. എന്റെ മോന്റെ വിഷമം വന്നിട്ട് ഒട്ടും വയ്യായിരുന്നു. പിന്നെ ഞങ്ങള് അതുവഴി ഇതുവഴി കൊണ്ടുപോയിട്ട് ഇവള് പറഞ്ഞു സൈക്കിളിന്റെ മുട്ടായി മേടിച്ചേട്ടെ ചോദിച്ചപ്പോ അവളോ ഓക്കെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പിന്നെ പാർക്കിലൊക്കെ കൊണ്ടുപോയി. അങ്ങനെ കേട്ടോ. അങ്ങനെയായിരുന്നു നമ്മുടെ ഈ ഒരു 10, 12, 13 ദിവസത്തെ പോക്ക്. അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് വലിയൊരു ആഗ്രഹവും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇങ്ങനെയായിരുന്നു ഇന്നലെ വരെ. അതായത് ഇന്നലെ അല്ല, മിനിഞ്ഞാന്ന് പിന്നെ ഒരു സന്തോഷ വാർത്ത. നമുക്ക് ദിയ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ദിയ ചേച്ചിയുടെ കൂടെ എൻ്റെ അടുത്ത് നമ്മൾ വീഡിയോ ഇടാതെ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരാൾ ഇങ്ങനെ പറയാറുണ്ട്. ഒരാളല്ല, ഒരുപാട് അമ്മമാർ പറയാറുണ്ട്. മെയിനായിട്ട് പറയുന്ന ഒരാള് മിനി ജോയിൻ, നിങ്ങൾ കമന്റ്സ് കണ്ടിട്ടുണ്ടായിരിക്കും. അമ്മ എപ്പോഴും പറയാറുണ്ട്, അപ്പൂസെ നിന്നെ വീട്ടിൽ വന്ന് ഞാൻ തല്ലും, മര്യാദക്ക് വീഡിയോ ഇടുക എന്ന് പറയുന്ന ഒരാളുണ്ട്. അല്ലെ കുഞ്ഞുങ്ങളെയിലൊന്ന് കാണിക്കണമെന്ന് പറയുന്ന ഒരാളുണ്ട്. അമ്മയും ദിയ ചേച്ചിയും മിനി അമ്മയോടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വിജി ചേട്ടനോടെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു 10, 12, 13 ദിവസത്തെ ഒരു റിലീഫ് അവരോട് കുറേ നേരം സംസാരിച്ചിരുന്നപ്പോൾ നമ്മുടെ കുറേ ടയർനെസ്സും കാര്യങ്ങളും കുറേ സന്തോഷം കിട്ടി. എന്നിട്ട് അവർ പോയി. പിന്നെ നമുക്ക് ഇന്നലെ നമ്മുടെ വെട്ടുകേസിന്റെ ഇതായിരുന്നു, വാദമായിരുന്നു. അപ്പൊ ഇന്നലെ നമ്മൾ രാവിലെ മിനിഞ്ഞാന്ന് നമ്മൾ വൈകിട്ട് കടയിൽ നിന്ന് വന്നപ്പോൾ ഏകദേശം 5 മണിയൊക്കെ ആയി. 2-3 മണിയായി എന്ന് തോന്നുന്നു. വന്നു, ഒന്ന് ജസ്റ്റ് കിടന്നു. രാവിലെ എണീറ്റ് കോടതിയിലോട്ട് പോയി. ഉറക്കമൊന്നും ഇല്ലായിരുന്നു. അപ്പം പക്ഷെ അങ്ങോട്ട് നല്ല ഇതായിട്ട് പോയി കേട്ടോ. അങ്ങനെ കോടതിയിലെത്തി.
കോടതിയിൽ ഇതെല്ലാം നടന്നു, കാര്യങ്ങളെല്ലാം വന്നു. പതിവ് പോലെ തന്നെ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോഴത്തേക്കും ഒത്തുതീർപ്പിനായിട്ട് പിന്നെയും അവരുടെ അപ്രോച്ച് ഉണ്ടായി. വക്കീൽ വന്നിട്ട് സംസാരിച്ചു. എനിക്കറിയത്തില്ല, ഗുമസ്തൻ വന്നിട്ട് നമ്മുടെ വക്കീലിൻ്റെ അടുത്ത് പറഞ്ഞു ഒത്തുതീർപ്പിന് തയ്യാറാണോ എന്ന് ചോദിച്ചു. നമ്മൾ ഒത്തുതീർപ്പിന് തയ്യാറല്ല എന്ന് ഡയറക്റ്റ് തന്നെ പറഞ്ഞു വിട്ടു. കാരണം അല്ലെങ്കിൽ എനിക്കറിയത്തില്ല ഇപ്പൊ എന്തിനാണ് ഒത്തുതീർപ്പിന് തയ്യാറാകുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇവർ ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നത്. ഇപ്പൊ രണ്ടാമത്തെ ടൈമാണ് ഒത്തുതീർപ്പിന് ഇവർ ഇങ്ങനെ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ ഇവർ ആലോചിക്കണമായിരുന്നു മകന്റെ പേരിലാണ് ഇങ്ങനെ കേസ് കൊടുത്തത്, വെട്ട് കേസ്, അവർക്കറിയാം കള്ളക്കേസാണെന്ന്. എന്നിട്ട് എന്തിന് സ്വയമേ മുറിവ് ഏൽപ്പിച്ചിട്ട് എന്റെ പേരിൽ കേസ് കൊടുത്തു എന്ന് അവർ നേരത്തെ ആലോചിക്കാറുണ്ടല്ലോ. ഇത്രയും നാൾ ഞങ്ങൾ കുഞ്ഞിനെയും പിരിഞ്ഞ് ഇന്നലെയൊക്കെ ഡേറ്റ് ആയിട്ടിരിക്കുമായിരുന്നു, പീരിയഡ്സ് ആയിരുന്നു, രാവിലെ പീരിയഡ്സ് ആയി. അപ്പൊ അതും വെച്ച് നമ്മൾ നല്ല ടയർഡായിട്ട് തന്നെയാണ് പോയത്. നമ്മൾ ഇത്ര തിരക്കിന്റെ ഇടയ്ക്ക് ഓടിപ്പോയി, ഒരുപാട് തവണ ഓടിപ്പോയി. അപ്പോൾ എന്നിട്ട് ഇവരൊന്നും വിചാരിച്ചിട്ടില്ലല്ലോ എന്തിനും ഇങ്ങനെ കള്ളക്കേസ് കൊടുത്ത് ഞങ്ങളെങ്ങനെ ഓടിക്കുന്നെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇപ്പൊ എന്തിനും അവർക്കൊരു ആവശ്യം, ഇവർക്ക് എന്തോ ആവശ്യമുണ്ട്, എന്തോ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശമുണ്ട്, മേ ബി പുറത്തോട്ട് പോകാനായിട്ടുള്ള ഇതായിരിക്കാം. അതിന് വേണ്ടിയിട്ടായിരിക്കും ഇപ്പൊ ഒത്തുതീർപ്പിന് അവർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അല്ലെ നമ്മളെ ഇങ്ങനെ പുറത്തു പോകുന്നതിലുപരി ഈ കേസ് തെളിയുമ്പം അവരാവുമല്ലോ കുറ്റക്കാരെ, ഉറപ്പായിട്ടും അതില് പേടിയാണല്ലോ, മെയിൻ പേടി അതാണല്ലോ. അതെ. അപ്പൊ നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു ഒത്തുതീർപ്പാക്കാനായിട്ടുണ്ടോന്ന്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് നമ്മുടെ വക്കീലിൻ്റെ അടുത്ത് പറഞ്ഞു പറ്റത്തില്ല. നമ്മുടെ ഒറിജിനൽ മെയിൻ വക്കീലല്ല, ജൂനിയർ വക്കീലാണ് നമ്മുടെ അവിടെ. നമ്മുടെ മെയിൻ വക്കീൽ വന്നു. അപ്പോൾ അമല എന്തോ ആവശ്യമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒത്തുതീർപ്പ് ഒരിക്കലും തയ്യാറാവത്തില്ല. കാരണം ഞാൻ സമൂഹത്തിന് മുന്നിൽ വെട്ടി എന്ന്. ഇപ്പൊ സെക്കൻഡ് ഫാദർ ആണെങ്കിലും പുള്ളിയെ ഞാൻ എൻ്റെ സ്വന്തം അച്ഛനായിട്ടാണ് കണ്ടേക്കുന്നത്. പുള്ളിയെ ഞാൻ വെട്ടി, പുള്ളി എനിക്കൊരു നേരത്തെ അന്ന തന്നിട്ടുള്ള ആളാണ്. ആ പുള്ളിയെ ഞാൻ വെട്ടിയെന്നും പറഞ്ഞ് സമൂഹത്തിന്റെ മുന്നിൽ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന, ഒരുപാട് ബഹുമാനിച്ചിരുന്ന ഒരാളാണ്. പിന്നീട് ബഹുമാനം പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ആ ഒരു വ്യക്തിയെ ഞാൻ വെട്ടി പരിക്കേൽപ്പിച്ചു, അല്ലെങ്കിൽ ഞാൻ തല്ലി എന്നൊരു ഫേക്ക് കാര്യങ്ങൾ അവര് തന്നെ സമൂഹത്തിന് മുന്നിൽ എത്തിച്ച് ആ ഒരു കേസിന് എനിക്ക് ഒരിക്കലും ഒത്തുതീർപ്പ് ആകാൻ വേണ്ടി പറ്റുമല്ല. കാരണം എൻ്റെ നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വം. അല്ലെങ്കിൽ ഈ വ്യക്തികൾ വന്നിട്ട് സമൂഹത്തിന് മുന്നിൽ പറയട്ടെ, സത്യം എന്താണെന്ന് പറയട്ടെ, അന്ന് ഞാൻ ഒത്തുതീർപ്പിന് തയ്യാറാവാം. അത് മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ. അവര് സമൂഹത്തിന് മുന്നിൽ ഞാൻ സ്വയമേ വെട്ടി മുറിവേൽപ്പിച്ചതാണ്, അവര് അതിനകത്ത് യാതൊരു പങ്കുമില്ല, നടന്ന കാര്യങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ആ നിമിഷം ഞാൻ കേസ് വേണ്ടാന്ന് പറയും. പക്ഷെ അല്ലാതൊരിക്കലും എനിക്ക് കോടതിയുടെ മുന്നിൽ ഇൻ കേസ് ഇത് കള്ളക്കേസിന്റെ പേരിൽ എനിക്ക് ശിക്ഷ കിട്ടുവാണെങ്കിലും ഞാനത് ഏറ്റെടുക്കാനും തയ്യാറാണ്, ഉറപ്പായിട്ടും. കാരണം എനിക്ക് ഇതിനകത്ത് ഒരു ഫൈനൽ റിസൾട്ട് വേണം. ഞാൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന് ഇനിയിപ്പോൾ ശിക്ഷിക്കുവാണ്, എന്നെ കോടതി ശിക്ഷിക്കുവാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ തന്നെ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ എത്ര നാളാണെങ്കിലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ ഈ കേസിന് ഞാനിവിടെ ഓടി നടക്കും. അത് എത്ര ഇനി കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോകാൻ നമുക്ക് ഇനി എണീറ്റ് നടക്കാൻ പറ്റത്തില്ലാത്ത സാഹചര്യം വണ്ടി വിളിച്ചിട്ടാണെങ്കിലും ഞാൻ കോടതിയിൽ പോകും. അത് അങ്ങനത്തെ ഒരു തീരുമാനമാണ് നമ്മൾ എടുത്തേക്കുന്നത്. കാരണം എനിക്ക് ചില സമയം കാണുമ്പോഴത്തേക്കും എനിക്ക് തന്നെ വിഷമങ്ങൾ വരാറുണ്ട്, സങ്കടങ്ങൾ വരാറുണ്ട്. കോടതി കയറാൻ പോകുമ്പോഴത്തേക്കും ഭയങ്കര എല്ലാവരും ഇപ്പം ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാനിപ്പം ഇന്നലെ ആണെങ്കിലും ഞാൻ കയറിയപ്പോൾ കുറെ പെൺകുട്ടികളുണ്ട്, അവർ കോടതിയിൽ വക്കീലന്മാരായിട്ട്. അവർക്ക് എല്ലാവരും നമ്മളെ അറിയാം, നമ്മൾ യൂട്യൂബേഴ്സ് ആണ് അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്നവരാണെന്നറിയാം. അപ്പൊ ഞാൻ ഫ്രണ്ടിൽ പ്രതികളോ വാദികളോ ഇപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യും. ആദ്യം പ്രതികൾ എന്ന് വിളിക്കുമ്പോൾ ആദ്യം നമ്മുടെ പേര് വിളിക്കുമ്പോൾ നമ്മൾ പ്രതികളുടെ കൂട്ടി പോയി നിൽക്കണം. രണ്ടാമത് നമ്മൾ കൗണ്ടർ കേസ് കൊടുത്തതിന്റെ സ്ഥാനത്ത് നമ്മൾ വാദികളുടെ കൂട്ടി വന്നിരിക്കണം. അപ്പൊ വാദികളുടെ കൂട്ടി വന്ന് നിന്നപ്പോഴത്തേക്കും ഒരാൾക്ക് നമ്മളെ അറിയാം, ഒരു വക്കീലിന്. അപ്പം പുറകെ ഇരുന്നിട്ട് അവരന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മളാണെങ്കിൽ അത്രയും ബഹുമാനത്തോടെ അത്രയും വിഷമത്തോടെ തന്നെ നിൽക്കണം. ആ ഒരു ജുഡീഷ്യറിയുടെ മുന്നിൽ നമ്മൾ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ നമുക്ക് അത്രയും ബഹുമാനത്തോടെ നമുക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ അവരിങ്ങനെ ഒരു കളിയാക്കുന്ന ഒരു സ്വരം പോലെ വരുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് ഒരു വിഷമം ഇങ്ങനെ ഉണ്ടായി. എല്ലാവരും പല കേസോട് നിൽക്കുന്നവരൊക്കെ നമ്മളെ നോക്കുമ്പോഴേ പെട്ടെന്ന് എനിക്കാണ് കൂടുതലും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇവിടെ എന്തായിരിക്കും കുറ്റം ചെയ്ത് ഇവരൊക്കെ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോ ഒരു കോടതിയിൽ ഒരാളുടെ കൂടെ ഇരുന്ന അല്ലെങ്കിൽ നമ്മൾ കേസോട് നമ്മൾ വരെ നോക്കില്ലേ, എന്തുമായിട്ടായിരിക്കും ഇവരെന്ത് ചെയ്തിട്ടായിരിക്കും അങ്ങനെ എടുത്ത് വരത്തില്ലേ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ.
ഇപ്പം എവിടെയാണെങ്കിലും ഇപ്പൊ കോടതിയുടെ മുന്നിലാണേലും സോഷ്യൽ മീഡിയയുടെ മുന്നിലാണേലും തെറ്റ് ചെയ്യാതെ നടക്കുന്ന രണ്ടുപേരാണ് ഞങ്ങൾ. ഇപ്പൊ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നേക്കുന്ന പല കാര്യങ്ങളും പറയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പറഞ്ഞു പോയിട്ടുണ്ട്. അത് തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നുണ്ട്. കാരണം എനിക്ക് മുന്നോട്ട് ജീവിച്ചേ പറ്റുള്ളൂ, ഞാനൊരു മനുഷ്യനാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾക്കാണ് ഇങ്ങനെ വരുന്നെങ്കിൽ നിങ്ങൾ സംസാരിക്കത്തില്ല. ഇപ്പൊ നാട്ടുകാരുടെ മുന്നിൽ ഇപ്പൊ നിസ്സാര ഒരു കാര്യം നിങ്ങളെ കുറിച്ച് അനാവശ്യം നിങ്ങളുടെ നാട്ടുകാരിൽ ഒരു 10 പേരോട് നിങ്ങളുടെ ഫാമിലി ഉള്ള ഒരാൾ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് പോയി പറയത്തില്ലേ ഞാൻ അങ്ങനെ അല്ല എന്ന് പറയത്തില്ലേ? അതന്നെ നമ്മളും ചെയ്തിട്ടുള്ളൂ. നമ്മളല്ലാത്ത നമ്മളെ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ആരോപിക്കുമ്പോൾ നമ്മൾ സംസാരിക്കും, നമ്മൾ പറയും. അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ് പല കാര്യങ്ങളും. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഇപ്പം ഞങ്ങളിപ്പം സമൂഹത്തിന്റെ മുന്നിലാണേലും സോഷ്യൽ മീഡിയയുടെ മുന്നിലാണേലും കോടതിയുടെ മുന്നിലേക്കാണെങ്കിലും തെറ്റ് ചെയ്യാതെ ഇങ്ങനെ ഓടി നടക്കുന്നു. പക്ഷെ നമുക്ക് അതിൽ നിന്നും ഒരു വല്ലാത്തൊരു ഊർജവും കിട്ടുന്നുണ്ട് ജീവിതത്തിൽ. അപ്പം നമ്മൾ അതിൽ നിന്ന് ഓരോ പടിയായിട്ട് നമ്മൾ കയറി വന്നുകൊണ്ടിരിക്കും. ഇപ്പം ലക്ഷ്മീസ് വേൾഡിൽ ഇപ്പം സ്റ്റോപ്പ് ആക്കിയെങ്കിലും അത് നമ്മൾ വേറൊരു ഷോപ്പിലോട്ട് വേറൊരു ഷട്ടറിലോട്ട് ഉടനെ തന്നെ നമ്മൾ മാക്സിമം നമ്മൾ ആക്കാൻ വേണ്ടിയിട്ട് നോക്കും. പക്ഷെ ആമീസ് വേൾഡ് നമ്മുടെ സെന്ററിൽ ഏറ്റവും നല്ലൊരു ബേബി സ്റ്റോർ ആയിട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. അതും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്, അഭിപ്രായമാണ്. അതുകൊണ്ട് അതും വലിയൊരു സന്തോഷമുള്ള ഒരു വിഷമം ഉണ്ടാവും, മറ്റൊരു ഒരു സന്തോഷം ഉണ്ടാകും എന്ന് പറയുന്ന പോലെ ആമീസ് വേൾഡ് നല്ലൊരു കടയായിട്ട് നമുക്ക് മാറ്റാനായിട്ടും സാധിച്ചു. അതിനിടയ്ക്ക് കുറേ ഹാപ്പിനെസ് കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പയ്യെ പറയാം. പിന്നെ ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ, ഇത്രയും ദിവസത്തുള്ള ഓട്ടങ്ങൾ കാര്യങ്ങൾ. ഇപ്പം ഞങ്ങളൊന്ന് ഫ്രീ ആയി. നമ്മൾ രാഹുലിയേട്ടൻ നമ്മുടെ കടയിൽ ജോയിൻ ചെയ്തു. അപ്പം രാഹുലിയേട്ടൻ രാവിലെ തന്നെ കടയിൽ പോയി എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നമ്മുടെ കൂടെ നിന്ന് ചെയ്യുന്ന ആളാണ് രാഹുലിയേട്ടൻ. അപ്പോൾ രാഹുലിയേട്ടൻ ഇനി തൊട്ട് കടയിലുണ്ട്. അങ്ങനെ പോകുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ ഇടയ്ക്ക് വന്നിട്ടിപ്പം നിങ്ങളുടെ എടുത്തിട്ട് നാളെ തൊട്ട് ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നാളെ തൊട്ട് വീഡിയോ ഇടാം എന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു ലോങ് ബ്രേക്ക് ഇട്ടത്. എന്തായാലും നമുക്ക് ഉടനെ ഒന്നും വീഡിയോ ഇടല് നടക്കത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയൊരു ഗ്യാപ്പ് ഇട്ടത്. ഇനിയിപ്പം മാക്സിമം നമുക്ക് പറ്റുന്ന പോലെ വീഡിയോയും ഷോർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ വരും കേട്ടോ, വീഡിയോസൊക്കെ വരും. പിന്നെ നമുക്ക് എന്തെങ്കിലും റിയാക്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് സെക്കൻഡ് ചാനലിലൂടെ റിയാക്ട് ചെയ്യും. ഇതിനകത്ത് ഹാപ്പിനെസ് മാത്രം നമുക്ക് പോകട്ടെ അല്ലെ, 2025 ഇതിനകത്ത് ഹാപ്പിനെസ് മാത്രം നമ്മുടെ ഭാഗമായിട്ട് പോട്ടെ. പിന്നെ ഇത്രയും ദിവസം പറയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. കോടതിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നു. ഇനി നമുക്ക് വേറെ ട്വിസ്റ്റ് എന്നാന്ന് വെച്ചാൽ അടുത്ത വാദം വന്നേക്കുന്നത് ലച്ചുകുട്ടിയുടെ 2ാമത്തെ പിറന്നാളിന്റെ അന്നാണ്. അതായത് 15 ഏപ്രിലാണ് അടുത്ത കേസിന്റെ വാദം വെച്ചേക്കുന്നത്. അപ്പം വക്കീലിന്റെ അടുത്ത് പറഞ്ഞു തലേദിവസം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നു പറഞ്ഞു കേട്ടോ. അപ്പം ലച്ചുകുട്ടിയുടെ 60ാമത്തെ ദിവസം പോയി മേടിച്ച കേസാണ് അത് 68ാമത്തെ ദിവസം പോയി മേടിച്ച കേസാണ്. അപ്പൊ അത് ലച്ചുകുട്ടിയുടെ 2ാമത്തെ ബർത്ത്ഡേക്കാണ് അടുത്ത വാദം വരുന്നത്. അപ്പം അങ്ങനെയാണ് കോടതിയിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. ഇപ്പൊ ഇതിനിടയ്ക്ക് കുറെ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു, കുറെ കേസുകളും കാര്യങ്ങളും സമ്മാദിയും കാര്യങ്ങളും ഇതിനൊക്കെ അല്ലേ എല്ലാവരും നോക്കി അതിനകത്തായിരുന്നായിരിക്കും എല്ലാവരും. പിന്നെ ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് വേറെ പല കാര്യങ്ങളും നടന്നു. അത് ഞാൻ പറഞ്ഞില്ല അല്ലേ. അപ്പം ഇന്റർവ്യൂ നമ്മൾ ഫസ്റ്റ് പാർട്ട് വന്നു അതിനകത്ത് മൈൻഡ് ചെയ്തു. അതെ, നമ്മളത് വലിയ കാരണം ഞാൻ അതിനകത്ത് തെറ്റോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ ലൈഫ് എന്താണോ അതാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അത് പലർക്കും തെറ്റായിട്ട് തോന്നാം, ശരിയായിട്ട് തോന്നാം. അതൊക്കെ മനസ്സിലാവും. ഇന്റർവ്യൂവിന്റെ ചോദ്യങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് നമ്മളത് പറഞ്ഞത്. നമ്മൾ ഇന്റൻഷ്യലി പറഞ്ഞല്ല, ഇന്റൻഷ്യലി ഇത് പറയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പലത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടല്ലേ പറഞ്ഞു. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ അല്ല, അതിനകത്ത് നമ്മൾ പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെച്ചിട്ട് തന്നെയല്ലേ പറയുന്നത്. നമുക്ക് പറയാൻ ഒത്തിരി മോശമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അത് നമുക്കും ഭയങ്കരമായിട്ട് ഒരു അറപ്പുള്ള ഒരു കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. അപ്പൊ ഇന്റർവ്യൂ ഫസ്റ്റ് പാർട്ട് വന്നു. അപ്പൊ നമ്മൾ സെക്കൻഡ് പാർട്ട് എന്നാ വരാത്തെന്ന് കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഞാൻ വിളിച്ചു ചോദിച്ചു. അപ്പൊ അന്ന് വൈകിട്ട് നമ്മൾ കടയുടെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പം സ്നേഹമായിട്ട് ഇന്റർവ്യൂ ചെയ്ത സ്നേഹമായിട്ട് വിളിക്കുന്നു, അമലെ സെക്കൻഡ് പാർട്ട് ഇടണ്ടെന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞോ? ഒരു ലേഡിയാണ് വിളിച്ചത്, നിങ്ങളാണെന്നാണ് പറഞ്ഞത്. എന്തോ ആത്മഹത്യ ചെയ്യുമെന്നോ എന്തോ ഭീഷണിപ്പെടുത്തി ജാങ്കോ സ്പേസിന്റെ ഓഫീസിൽ വിളിച്ചു. നമുക്ക് അവരുടെ നമ്പരോ കാര്യങ്ങളോ ഒന്നുമില്ല, ആകെ നമുക്ക് കോൺടാക്ട് ഉള്ള സ്നേഹമായിട്ടാണ്. അപ്പൊ നമ്മൾ ഈ സ്നേഹം എടുത്ത് ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് എന്താണ് സെക്കൻഡ് പാർട്ട് വരാത്തെ.
കാരണം നമുക്ക് ഇന്റർവ്യൂ നമ്മൾ കൊടുത്തു, അത്രയും നേരം നമ്മൾ മെനക്കെട്ടതാണ്, നമ്മൾ സംസാരിച്ചിട്ടുണ്ട് കുറെ കാര്യങ്ങൾ. അപ്പൊ എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ട് വന്നില്ലെങ്കിൽ പറയും നമ്മൾ പേടിച്ചിട്ട് അവരെയും കൊണ്ട് ഇടിപ്പിക്കാത്താന്ന് പറയും. ഇപ്പൊ കുറെ നെഗറ്റീവ്സ് വന്ന് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരുപാട് അനാവശ്യങ്ങൾ പറയുമ്പോൾ നമുക്ക് മനുഷ്യരെന്ന രീതിയിൽ വിഷമങ്ങൾ ഉണ്ടാവും. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. നമുക്കാരെയും ബോധിപ്പിച്ചൊന്നും ഒരിക്കലും ജീവിക്കാൻ വേണ്ടി പറ്റുമല്ല. നമുക്ക് ശരി എന്തെന്ന് തോന്നുന്നു അത് നോക്കിയേ നമുക്ക് സംസാരിക്കാനും ജീവിക്കാനും പറ്റത്തുള്ളൂ. ഇപ്പൊ ഞങ്ങളുടെ ശരി എന്തോ അത് ഞങ്ങൾക്ക് മാത്രമായിരിക്കാം ചിലപ്പോൾ ശരി. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ശരിയാണെങ്കിൽ അത് എല്ലാവർക്കും നല്ല പലർക്കും പറ്റും, അനുഭവിച്ചവർക്കൊക്കെ പറ്റും. അപ്പം നമുക്ക് ആരെയും ഫോഴ്സ്ഫുള്ളി ഞാൻ പറയുന്ന മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് വാദിക്കാനായിട്ടോ ഒന്നും പറ്റത്തില്ല. ഞാൻ എവിടെ എനിക്ക് റിപ്ലൈ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് കൊടുക്കാം, എല്ലാം കൊടുക്കാനും നമുക്ക് അതിനൊന്നും താല്പര്യമില്ല. ഓരോരുത്തർക്ക് വേണേൽ വ്യക്തമായിട്ടുള്ള മറുപടി എനിക്ക് കൊടുക്കാൻ അറിയാം. പറഞ്ഞു വരുവാണെങ്കിൽ നല്ല വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കും. പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ കമ്മ്യൂണിറ്റി ഇട്ടിട്ടില്ലായിരുന്നു. കമ്മ്യൂണിറ്റി ഇടാത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ദിവസം വീഡിയോ ഇടാതെ ഇരുന്നിട്ട് ആ ഒരു കമ്മ്യൂണിറ്റി മാത്രമായിട്ട് ഇടാതെ നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം കമ്മ്യൂണിറ്റി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കമ്മ്യൂണിറ്റി ഇടാഞ്ഞത്. അപ്പൊ ഞാൻ കണ്ടതും പിറ്റേ ദിവസമാണ്. ഞാൻ ഓൾറെഡി അവരുടെ അടുത്ത് പറഞ്ഞായിരുന്നു, എൻ്റെ അടുത്ത് ഇൻഫോം ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യലുള്ളൂ ഉള്ളെന്ന്. അപ്പം ആ സ്നേഹ എൻ്റെ അടുത്ത് സോറി പറഞ്ഞിരുന്നു, അമലെ ഞാനും അറിഞ്ഞിരുന്നില്ല, വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഞാനും ഇപ്പോഴാണ് അറിയുന്നതെന്ന് പറഞ്ഞു. അപ്പം ഇന്നലെ പാർട്ട് 2 ചോദിച്ചപ്പോഴത്തേക്കും സ്നേഹ ഇങ്ങോട്ട് തന്നെ വിളിച്ചു പറഞ്ഞു, ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആത്മഹത്യ സ്വരം മുഴുക്കി. അപ്പം ആ ജാങ്കോ സ്പേസിൽ ഓഫീസുകാര് വിചാരിച്ചത് നമ്മൾ വിളിച്ചിട്ട് അത് പാർട്ട് 2 ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞു. പക്ഷെ അതാരാ വിളിച്ച് എന്താ വിളിച്ചതെന്നൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലായി. ഒരു ലേഡിയാണ് വിളിച്ചേക്കുന്നത്. പാർട്ട് 2 ഒരിക്കൽ വീടല് ഇട്ടിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ജാങ്കോ സ്പേസിന്റെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തിനാണ് ഇതിപ്പോ നമ്മുടെ കാര്യം പറയുന്നതിനകത്ത് വേറെ ആർക്കാ ഇത്ര ബുദ്ധിമുട്ട്? ഞങ്ങളുടെ രണ്ടുപേരും പേഴ്സണൽ കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ കുറെ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് വേറൊരാൾ വിളിച്ചിട്ട് ആത്മഹത്യ ചെയ്യും സെക്കൻഡ് പാർട്ട് ഇടലെന്ന് പറയാനായിട്ട് ആർക്കാ ഇത്ര റൈറ്റ് ഇരിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് ഈ ആഴ്ച തന്നെ സെക്കൻഡ് പാർട്ട് വേണം. കാരണം ഞങ്ങളുടെ സമയം ഒരു ദിവസം ഞങ്ങളുടെ സമയം മെനക്കെടുത്തിയ അത് നമ്മൾ തിരക്കുള്ള ദിവസമായിരുന്നു. അത് നമുക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, ഇന്റർവ്യൂ ഒന്നും ആരും പേയ്മെന്റ് തന്നിട്ടൊന്നും അല്ല. നമ്മൾ കുറെ ഉമ്മാരുടെ അതുലിന്റെയും ഡാനി സത്യൻ എന്ന് പറയുന്ന കുറെ ഊളന്മാരുടെ വീഡിയോയ്ക്കകത്ത് പറയുന്ന കണ്ടു, അല്ലെ ക്യാപ്ഷൻ അല്ലെങ്കിൽ തംബ്നെയിലിൽ കണ്ടു, പൈസ മേടിച്ച് അമ്മയും പെങ്ങളെയും വീണ്ടും വിൽക്കാൻ വേണ്ടി അവൻ ഇന്റർവ്യൂ ആയിട്ട് വന്നെന്ന്. ഒരു ഇന്റർവ്യൂവിനും ഒരു പേയ്മെന്റും ആരും തന്നിട്ടില്ല. ഇന്റർവ്യൂ ഒരു പേയ്മെന്റോ കാര്യങ്ങളല്ല. ഇൻ കേസ് പേയ്മെന്റ് ഉണ്ടെങ്കിൽ ജാങ്കോ സ്പേസ് കാണിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയി ചോദിക്കുക നമുക്ക് എത്ര രൂപ തന്നിട്ടാണ് നമ്മൾ ഇന്റർവ്യൂ കൊടുത്തതെന്ന്. നമുക്ക് ഒരുപാട്, അതായത് വെറൈറ്റി മീഡിയ, ഇത് വിനിയാൻ വെറൈറ്റി മീഡിയ ഒരുപാട് ഇന്റർവ്യൂ ചെയ്യും. ഇനി നമുക്ക് കൊടുക്കാൻ താല്പര്യമുണ്ട് ഉറപ്പായിട്ട് ഇന്റർവ്യൂ കൊടുക്കുക തന്നെ ചെയ്യും. അല്ലാതെ അത് പൈസ മേടിച്ച് നമുക്ക് ഒരു 10 പൈസ ഒരു ഇന്റർവ്യൂവിനോ ഒന്നും തരത്തൊന്നുമില്ല. അത് നമ്മുടെ അന്നത്തെ ഒരു സമയവും നമുക്ക് അന്നത്തെ ഒരു ദിവസം ഫുള്ള് നമ്മൾക്ക് കംപ്ലീറ്റ്ലി നമ്മൾ പോകുന്നതാണ്. കാരണം നമുക്ക് അതുകൊണ്ടൊരു മെച്ചം ഉണ്ടായിട്ടൊന്നും അല്ല, ഒരു ഇന്റർവ്യൂ വിളിക്കുമ്പോൾ അത് നമുക്കൊരു സന്തോഷം, അതുകൊണ്ട് മാത്രം അങ്ങ് കൊടുത്തേ ഉള്ളൂ കേട്ടോ. അപ്പൊ അറിയാതെ ഓരോ കാര്യങ്ങൾ പറയുന്ന ഇനിയിപ്പോ ഇവന്മാർക്കെതിരെയും ഞാൻ സംസാരിക്കും കേട്ടോ, ഈ അനാവശ്യമായിട്ട് സംസാരിക്കുന്നത്. കാരണം അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ ലീഗലായിട്ട് തന്നെ പോകും, നമ്മൾ കേസായിട്ട് തന്നെ കൊടുക്കുക തന്നെ ചെയ്യും, ഉറപ്പായിട്ടും കേസായിട്ട് കൊടുക്കും. കാരണം ഇവന്മാർക്കൊക്കെ എന്തായാലും ലേഡീസിനെ കണ്ടുപിടിക്കാനാണ് കുറച്ചുകൂടെ പോലീസുകാർക്ക് കുറച്ച് താല്പര്യക്കുറവ്. ഇതുപോലുള്ള ഇവന്മാരെ പിടിക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല കേട്ടോ. ഞങ്ങള് വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങളുടെ അഡ്രസ്സ്, ഞങ്ങളുടെ ലൊക്കേഷൻ എന്താണെന്ന് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. അല്ലാതെ എവിടെയോ ഇരുന്ന് ഇത് പറയാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി ആർക്കും പറ്റും. നമ്മൾ എന്തായാലും അങ്ങനെ നമ്മളെ അനാവശ്യമായിട്ട് പറയുന്നവരെ നമ്മൾ ലീഗലായിട്ട് തന്നെ പോകുക. വ്യത്യാസമില്ല എനിക്ക്, ഞാൻ പറയാം, ആണെന്നും പെണ്ണെന്നും ഇനി ആർക്കെതിരെയാണെങ്കിലും ലീഗിൽ തന്നെ പോകും. പഴയ കേസുകളൊക്കെ നമ്മൾ ഒഴിവാക്കി വിട്ടതിൽ ഇപ്പോഴും ഖേദിക്കുന്നു. ഇനി മുന്നോട്ട് ഫ്രഷ് കേസുകളുമായിട്ടേ പോകത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിച്ചു. നമ്മളിപ്പോ ഫ്രീ ആയി കേട്ടോ, നമുക്ക് തിരക്കുകളൊക്കെ ഒഴിവായി. കാര്യങ്ങളിലേക്ക് ഇറങ്ങും. അതെ അതെ. അപ്പം എന്തായാലും സംസാരിക്കും. ഇവന്മാർക്കെതിരെ നമ്മൾ സെക്കൻഡ് ചാനലിൽ കൂടെ സംസാരിക്കുകയും ചെയ്യും. അനാവശ്യം പറയുന്നതിന്റെ പേരിൽ
ഇങ്ങനെയുള്ള അനാവശ്യ കമന്റ്സ് പറയുന്നതിന്റെ പേരിലും നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. ഈ ജേണി വിത്ത് മീ എന്ന് പറയുന്ന ഫ്രോഡ് സ്ത്രീക്ക് സ്വന്തമായിട്ട് അഡ്രസ്സ് പറയാനായിട്ടോ ഒന്നും പേടിയാണ്. കാരണം ഒരു തവണ ഇവിടെ വേശിന്ന് വിളിച്ചിട്ടുണ്ട് അവര്. അപ്പൊ ഏതോ ആൻമേരി മുഴുപ്പയിൽ അവരെ വിളിച്ചെന്നും പറഞ്ഞിട്ടാണ് എന്റെ ഭാര്യേനെ അവര് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. ഫോട്ടോ ഉൾപ്പെടെ വെച്ചിട്ട്, അതായത് ഈ മിനിയും റാണി പി സദാശിവനും രണ്ടുപേരാണ് എന്റെ ഭാര്യേനെ വേശിന്ന് വിളിച്ചിട്ടുള്ളത്. അത് സമൂഹത്തിന്റെ മുന്നിൽ വന്നിട്ട് ഫോട്ടോ ഉൾപ്പെടെ വെച്ചിട്ട്, മറ്റവളാണെങ്കിൽ കമന്റ്സിലൂടെയാണ്, ഈ മിനി സെബാസ്റ്റ്യൻ ആണെങ്കിൽ ഫോട്ടോ ഉൾപ്പെടെ വെച്ചിട്ടാണ് ഇവിടെ മോശം പറഞ്ഞിട്ട് വേശിന്ന് ഉൾപ്പെടെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഈ ജേണി വിത്ത് മീ മിനി സെബാസ്റ്റിനെ കുറിച്ച് നമുക്ക് ഇങ്ങനെ ഇന്നാള് ഞാനും ഇങ്ങനെ ഒരു ഇവളുടെ ഫോട്ടോ ഇട്ടിട്ട് ഇവിടെ ആർക്കെങ്കിലും അറിയാവോ എന്ന് ചോദിച്ചതിനകത്ത് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇവര് നാട്ടിൽ ഭയങ്കര അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്, ഇവരുടെ പ്രൊഫഷൻ എന്നാന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തു പറയുന്നില്ല, അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ കമന്റ് കണ്ടപ്പോഴേ ഞാനത് ഡിലീറ്റ് ആക്കി കളഞ്ഞു. പക്ഷെ കുറേ പേര് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കണ്ടിട്ടുണ്ട്. അപ്പം ഞാനത് ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവരൊരു സ്ത്രീയാണ്, അവരുടെ പ്രൊഫഷൻ എന്തോ ആയിക്കോട്ടെ, നമ്മളെ അതൊന്നും ബാധിക്കുന്ന കാര്യമല്ല. നമ്മൾ അതിനകത്ത് അന്വേഷിക്കാനോ ചെയ്യാനോ, അല്ലെങ്കിൽ എനിക്ക് പിറ്റേ ദിവസം വീഡിയോ എടുത്തിട്ടൂടെ, നിന്റെ നാട്ടുകാരൻ ഇങ്ങനെ വന്ന് പറഞ്ഞു, നിന്റെ പ്രൊഫഷൻ ഇതാണോടി, എന്നിട്ടാണോടി നീ ഞങ്ങളെടുത്ത് ചൊറിയാൻ വരുന്നത് എന്ന് ചോദിച്ച് എനിക്ക് വീഡിയോ ഇട്ടുവിടായിരുന്നു. ഞാൻ ഇടാൻ വന്നില്ലല്ലോ. അത് നമ്മുടെ മാന്യത. ഇവിടെ നമ്മളെ ആവശ്യമില്ലാതെ ചൊറിഞ്ഞ് അവസാനം ഒരു കേസ് ബാക്കി വെച്ചിട്ട് ഇപ്പൊ നാളെ പറയും അപ്പൂച്ച് ഭീഷണിയായിട്ട് വന്നേ, ഞാൻ ഒളിക്കാൻ പോവാണേ, ഞാൻ കടികിനകത്ത് കയറിയിരിക്കേ എന്ന് പറഞ്ഞ് നീ കടികിനകത്ത് നിന്ന് ഇറങ്ങി വന്ന നിന്റെ അഡ്രസ് ഒന്ന് താ മോളെ, അമ്മച്ചിന്ന് വിളിക്കുന്നില്ല, മോളെ 16 വയസ്സുള്ള മോളെ ഒന്ന് അഡ്രസ് താ. അപ്പം എന്നിട്ട് നമുക്ക് നിയമപരമായിട്ട് നോക്കാം, എന്തോ ആരുടെ കൂടെ നിയമം നിൽക്കും, അല്ലെങ്കിൽ എന്തിനു നിയമം നിൽക്കും നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാണ് കേസ് കൊടുക്കേണ്ടത്. അവര് ബാധിതരായിട്ടുള്ളവരാണ് കേസ് കൊടുക്കേണ്ടത്. അപ്പൊ അത് കേസ് ഉള്ള കാര്യം ഫുള്ള് പറഞ്ഞിട്ടില്ല, അതറിയാം. അപ്പം നാളെ അവര് കേസ് കൊടുക്കണം. എന്റെ ആഗ്രഹം അതാണ്, അവർ കേസ് കൊടുക്കണം. നമ്മൾ മുടക്കി അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് അവർ തിരിച്ചു തരാൻ തയ്യാറാവൂ എന്നേലും. നമുക്കത് വേണ്ട, നമ്മൾ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു കാര്യത്തിനും അവരൊരിക്കലും ഇറങ്ങത്തില്ല. കാരണം അവർക്ക് അറിയാം അവരുടെ പേരിൽ എന്തൊക്കെ കേസുണ്ടെന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പൊ അതുകൊണ്ട് അവരൊരിക്കലും ഇറങ്ങത്തില്ല. അവരുടെ നാക്കായിട്ട് മിനിയമ്മച്ചി ഇറങ്ങി അങ്ങോട്ട് തുള്ളണ്ട കേട്ടോ. ഇനി എന്തായാലും നാളത്തെ നിന്റെ വീഡിയോ, നിന്റെ കണ്ടന്റ് ഇതാണ്, നീ അരി തിന്നുന്നത് ഇതാണ്, നിന്റെ കെട്ടുവന്റെ അണ്ണാക്ക് നിറയ്ക്കുന്നത് എന്നെ കുറിച്ച് പറഞ്ഞിട്ടോ അല്ലെ ഇവളെ വേശിന്ന് വിളിച്ചിട്ടൊക്കെയാണ് നിന്റെയൊക്കെ അണ്ണാക്ക്. മിനി സെബാസ്റ്റിന്റെ ഇപ്പൊ പിള്ളേരാണ്. എനിക്കറിയത്തില്ല ഈ ഒരു പ്രൊഫഷനിൽ നടക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഫാമിലിയൊക്കെ ഉള്ള ഒരാളാണോ എന്ന് എനിക്കറിയത്തില്ല, അത് ഇങ്ങനെ ഒരു പ്രൊഫഷൻ ആണോ എന്നും എനിക്കറിയത്തില്ല. കാരണം ഒരാൾ കമന്റ് വന്നിട്ടാണ്. അപ്പൊ അതിന്റെ പുറകെ നമുക്ക് ഇറങ്ങേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് വ്യക്തിയുടെ വീട്ടിൽ ഒരാളേലും എന്നെ അവളെയും കുറിച്ച് അന്നം തിന്നുന്നുണ്ടെങ്കിൽ അതിനകത്ത് അഭിമാനം മാത്രമേ ഉള്ളൂ. അമ്മച്ചി ശരിക്കും വയറ് നിറച്ചങ്ങ് തിന്നു. നിനക്ക് എല്ലാ ദിവസവും തിന്നിട്ട് ആ ബാത്റൂമിൽ പോകാനുള്ള വകുപ്പ് നമ്മൾ ഉണ്ടാക്കി തരാം കേട്ടോ. നീ എല്ലാ ദിവസവും ഇനി നിന്നെ കുറിച്ച് മെൻഷൻ ചെയ്യണമെങ്കിൽ എല്ലാ ദിവസവും ഇനി മെൻഷൻ ചെയ്യാം. നിനക്ക് വേണ്ട വയറ് നിറയ്ക്കാനുള്ളതൊക്കെ ഞാൻ സംസാരിക്കാം. അത് സംസാരിക്കാൻ ഇന്ന് പ്രാപ്തനാണ്. നല്ലപോലെ സംസാരിക്കാം. ആവശ്യമില്ലാതെ ഇപ്പൊ നമുക്ക് എന്താ ഇതിനൊന്നും ആവശ്യമില്ലാതെ ചിന്തിക്കേണ്ട കാര്യമില്ല ഇതിനെ കുറിച്ചൊന്നും. പക്ഷെ നമ്മളെ ഒരു പരിധി കഴിഞ്ഞ് അങ്ങോട്ടിട്ട് ഉണ്ടാക്കാൻ വരുമ്പോഴത്തേക്കും വർഷമായില്ലേ ഇവള് എത്രയെന്ന് വെച്ചിട്ടാ ഇവളുടെ വയറ് നിറച്ചിട്ട് ഇവള് ഈ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മളെ അപ്പം ഇവിടെ നീ ഒരുത്തി കാരണം എത്ര സ്ട്രോങ് ആയെന്നറിയാം. നീ ഒരു ഒറ്റ എടുത്ത് കാരണം എനിക്ക് ഇത്രയും സംസാരിക്കാൻ പറ്റി. എന്നെ അത്ര കരഞ്ഞോണ്ടിരുന്ന ഞാൻ എനിക്കിപ്പോ കരച്ചിലല്ലോ, എനിക്ക് ഇതിനെ കുറിച്ച് വലിച്ചു കീറാനുള്ളത്. അല്ല, ഒരു കാര്യം വേണ്ടേ, കഴിഞ്ഞ ദിവസം നമുക്ക് ദീപ്തി ടീച്ചർ ഇങ്ങനെ സ്വീഷർ വന്നു. അപ്പൊ ടീച്ചർ നമുക്ക് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനെ അസുഖമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ എനിക്കിങ്ങനെ അസുഖം ഉണ്ടെന്നൊക്കെ പറയുന്നു. അപ്പൊ നമുക്ക് ഓൾറെഡി ഇവക്കും അസുഖം സ്വീഷർ ഉള്ള ഒരാളാണ്. അപ്പം നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഇവക്ക് സ്വീഷർ ഉള്ള ഒരാളായിരുന്നു. അപ്പൊ ഇവളുമാരുടെ ഈ പർട്ടിക്കുലർ കുറച്ച് ടീംസിന്റെ ഇപ്പൊ ഞാൻ കണ്ട 2 സ്ത്രീകളുണ്ട്. അവരുടെ ഉദ്ദേശം ഇവളെ എങ്ങനെ ഒരു സ്വീഷർ വന്ന് ചാവണം, ആ ഒരു ഇതായിരുന്നു അവർക്ക്. ഇത് തന്നെയാണ് അവർക്ക് പോയ അസുഖം തിരിച്ചു വരണം, അവർക്ക് കൂടുതൽ അസുഖങ്ങൾ വരണം എന്നാണ് ഈ ഒരു പർട്ടിക്കുലർ ടീംസിന്റെ ആഗ്രഹം. പക്ഷെ നടക്കത്തില്ലടി. അവള് നല്ല ബോൾഡായി, എല്ലാത്തിലും ഓക്കെ ആയി.
കംപ്ലീറ്റ്ലി അവൾക്ക് അങ്ങനെ ഇപ്പോൾ വിഷമിച്ചിരിക്കുന്നത് ഞാൻ കാണാറില്ല. അല്ല നേരത്തെ കമന്റ്സ് ഒക്കെ കണ്ട് കണ്ണീരൊക്കെ ഒഴുക്കുന്ന കുഞ്ചൂസിനെ ഞാൻ ഇങ്ങനെ വിഷമിച്ച് നോക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ എനിക്ക് ഭയങ്കര പവർഫുൾ ആയിട്ട് പറയാം, അവിടെ നല്ല ബോൾഡായി, ഭയങ്കര ഹാപ്പിയാണ് അതിനകത്ത്. ഞാൻ കാരണം അതിനകത്തൊരു പങ്ക് വഹിച്ച ഒരാളൂടെയാണ് ഞാനിങ്ങനെ പറഞ്ഞ് നീ എന്തിനാടി, നിന്നെ അറിയാത്ത കുറച്ച് ശവങ്ങളിൽ ഇരുന്ന് പറയുന്നത്, നീ എന്തിനാ മൈൻഡ് ചെയ്യുന്നത്? അവളെക്കുറിച്ച് അവളുടെ നാട്ടുകാരൻ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അവൾ ആ നാട്ടിൽ ഭയങ്കര ഫേമസ് ആണ്. നമ്മൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനായിട്ട് എവിടെയെങ്കിലും പോയോ? നമ്മൾ അവളെക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചോ? ഇല്ലല്ലോ. എന്നിട്ട് നീ എന്തിനാ ഈ വിഷമിക്കുന്നതെന്ന് ഞാൻ പലതവണ സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും ചേച്ചിയുടെ പ്രൊഫഷണൽ കാര്യങ്ങളും എല്ലാം തുടരുക. യൂട്യൂബിനകത്ത് ഡെയിലി വീഡിയോസൊക്കെ ഇടുക. നല്ല കുത്തരി അങ്ങ് മേടിച്ച് കുഴച്ച് കെട്ടിയവൻ്റെ അണ്ണാക്കിലോട്ട് വെച്ച് കൊടുക്കാനായിട്ടുള്ള അത്ര അരി മേടിക്കാനായിട്ടുള്ള പൈസ ഇനി ചേച്ചിക്ക് എല്ലാ ദിവസവും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. എല്ലാ ദിവസവും മിനിയമ്മച്ചീനെ മെൻഷൻ ചെയ്യും. ജേണി വിത്ത് മീ ചേച്ചിയിലൂടെ യാത്ര ചെയ്യും എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. നമ്മൾ നല്ല സുഖമായിട്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾ, അയ്യോ ടാറ്റ പറഞ്ഞില്ല, കുഞ്ഞുങ്ങളുണ്ട്. അടുത്ത വീഡിയോ കാണിക്കും കേട്ടോ. കുഞ്ഞുങ്ങളെ ഒരു പുറത്ത് ഡ്രസ്സ്, അതായത് ടോപ്പൊന്നും ഇട്ടിട്ടില്ല. ലച്ചൂട്ടി ചിറ്റാമണ ഇന്ന് ചൂല് പിടിച്ചോണ്ട് മേടിച്ചോണ്ട് ഈ ഇവിടെയൊക്കെ തൂക്കുമായിരുന്നു, മൊത്തം തൂത്ത് വാരുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഒച്ച വെച്ചോണ്ടൊക്കെ നടപ്പുണ്ട്. അപ്പം നാളെ തൊട്ട് നമുക്ക് ഈ ചാനലിൽ കൂടെ നമ്മുടെ മെയിൻ വീഡിയോസൊക്കെ അങ്ങ് പോകാം. നാളെ കുഞ്ഞുങ്ങളെ കാണിക്കും കേട്ടോ. ഒരു ദിവസം ഇവിടെ വെയിറ്റ് ചെയ്യും കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടിയൊക്കെ പണികളുണ്ട്. മുനിസിപ്പാലിറ്റിയിലൊക്കെ എനിക്ക് പോകണം, കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ കുറെ കാര്യങ്ങൾ അത് പറയുന്നില്ല. അപ്പം കുറെ തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതെ എന്റെ ഇങ്ങനെ പിടിച്ച് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിലും ഒന്നും എനിക്ക് ക്ഷമയില്ല എന്ന് പറയുന്നു. പക്ഷെ വേണ്ട, നമ്മള് അധ്വാനിച്ചുണ്ടാക്കുന്നതിനകത്ത് മറ്റുള്ളവർക്ക് പങ്കെന്ന് പറഞ്ഞിട്ട് ഇടുന്നില്ല. ആ സാധനത്തിന്റെ ആവശ്യം. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ 12 ദിവസം വീഡിയോ, നമ്മൾ കഴിഞ്ഞ മാസത്തെ റവന്യൂ ഏകദേശം ഒരു $300-350 അപ്പൊ ഈ മാസം നമുക്ക് ജീവിതത്തിലെ ഏറ്റവും കുറവ് റവന്യൂ കിട്ടുന്ന മാസമാണ്. $127 കണ്ടാണ് നമ്മൾ ഈ 12 ദിവസം വീഡിയോ ചെയ്യാതെ. ഈ മാസം നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. ഈ മാസം നമുക്ക് കിട്ടുന്ന റവന്യൂ എന്ന് പറഞ്ഞാൽ 120. അത് ഏകദേശം ഒരു 8,000-9,000 10 രൂപ കൂട്ടിക്കോ, 10-15 രൂപ കൂട്ടിക്കോ, അത്രയാണ്. നമുക്ക് ആദ്യം റവന്യൂ കിട്ടിയത് 13,000 രൂപയാണ്. അതിലും റവന്യൂ കുറവാണ് നമുക്ക് ഈ മാസം യൂട്യൂബിൽ റവന്യൂ കിട്ടാൻ പോകുന്നത്. എന്നിട്ടും നമ്മൾ പിടിച്ചു നിൽക്കുന്നില്ലേ? ഇല്ലേ? അല്ലാതെ ഈ ജേണി വിത്ത് മീ എന്ന് പറയുന്ന മിനിയമ്മച്ചി പറയുന്നുണ്ട്, വേറെ വിറ്റിട്ടാണ് നമ്മൾ യൂട്യൂബിൽ കൂടെ നമുക്ക് വിറ്റാലേ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇവളുടെ കെട്ടിയോൻ വന്ന് ഇവിടെ കളിച്ചിട്ടാണോ നമ്മൾ കഴിക്കുന്നേ? എന്റെ അപ്പം പണിക്ക് പോകുന്നുണ്ട്, ഉണ്ട്. എല്ലാരും അവിടെ കിടക്കേ കിടന്നുണ്ട്, അമ്മയുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്, ഞങ്ങള് ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കടയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. നമുക്ക് ജീവിക്കാൻ ഇന്നൊരു യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അങ്ങനെ കംപ്ലീറ്റ്ലി നമുക്ക് കംപ്ലീറ്റ്ലി വേണ്ട. അല്ല ഞാൻ പറയട്ടെ, നമുക്ക് കംപ്ലീറ്റ്ലി ഇതിനകത്ത് ഏണിങ്സ് ഒന്നല്ല നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ നമുക്കിതൊരു പാഷനാണ്, നമ്മുടെ ജീവിതത്തിൽ മാർഗം കാണിച്ചു തന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. പക്ഷെ നമുക്കതിനെ വിടാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, പറയേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നത്, നമ്മുടെ സന്തോഷങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പം ജേണി വിത്ത് മീയുടെ കെട്ടിയോൻ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കി തന്നിട്ടല്ല നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആരും കൊണ്ടുവന്നിട്ടല്ല. ഞങ്ങൾ ഈ മാസം വേണ്ട ഇത്രേ ഉള്ളൂ 11,000 രൂപയുള്ളൂ. എനിക്കൊരു മാസം വാടക തന്നെ കൊടുത്തു പോകണമെങ്കിൽ ഏകദേശം വാടകയും കറണ്ട് ബില്ലും എല്ലാം അവിടെ, ഈ വീടിന് കറണ്ട് ബില്ല് ഏകദേശം ഒരു 10 രൂപ അടുത്ത് വരും. നമ്മൾ പുതുതായിട്ടൊരു കാര്യം ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ AC വെച്ചിട്ടുണ്ട് കേട്ടോ മേളിൽ, അത് നിങ്ങളെ കാണിച്ചില്ലായിരുന്നല്ലോ. അപ്പൊ അത് പുതിയ AC മേടിച്ചു വെച്ചതല്ല, ഇത് അത് അവിടെ ലക്ഷ്മി സ്വരയിൽ ഇരുന്ന AC ആണ്. പുതിയ കട തുടങ്ങുമ്പോൾ ഇത് അങ്ങോട്ട് പറിച്ചോണ്ട് വെക്കുക കേട്ടോ, അത്രയും ദിവസം ഉപയോഗിക്കാൻ. അപ്പം ഇവിടെ കഴിഞ്ഞ മാസത്തെ കറണ്ട് ബില്ല് 7 രൂപയാണ്. അപ്പൊ ഈ മാസം അടുത്ത മാസം നല്ല കറണ്ട് ബില്ല് 10 രൂപ വഴി. അപ്പം ഈ ഒരു റവന്യൂ കിട്ടുന്നത് പോലും കറണ്ട് ബില്ല് പോലും അടയ്ക്കാൻ വേണ്ടി നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഒരു മാസം കഴിഞ്ഞ കട ഉണ്ടായിരുന്നപ്പോൾ ഏകദേശം ഒരു 40 രൂപ അവിടെ പോകുമായിരുന്നു. അല്ലാതെ തന്നെ ഒരു 2-2.5 ലക്ഷം രൂപ നമുക്ക് എല്ലാ കാര്യങ്ങളൂടെ ഓടിക്കാൻ വേണ്ടി വേണം. എല്ലാം വാടക, CC, ലോണ്, എല്ലാ കാര്യങ്ങളൂടെ മൊത്തത്തിൽ അത്രയാവും. അപ്പോൾ അതിന് സാലറി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അത്രയാവുന്നുണ്ട്. അപ്പോൾ ഈ റവന്യൂ വെച്ച് എന്തെങ്കിലും ആവുമോ?
ഇല്ല. അപ്പൊ നമ്മുടെ കട സക്സസ് ആയിട്ടോ, നമ്മുടെ കട അതായത് നമ്മുടെ കടയെ സക്സസ് പോകുന്നതിന്റെ കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് വ്യാപാര വ്യവസായത്തില് കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ പൈസ എണ്ണം നടഞ്ഞു പോകുന്നത് അത് കടയിൽ കച്ചവടയിൽ ഒരിക്കലും അടഞ്ഞു പോകത്തില്ല. നമ്മളെ മുന്നോട്ട് നയിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മള് അതുപോലെ തന്നെ വിജിഷയുടെ അനിയന് ഒരു നമ്മളൊരു ബാങ്ക് പോലെ അതിനകത്ത് ചേർന്ന്, അതുപോലെ തന്നെ സ്വർണ്ണച്ചിട്ടികൾ ചേരുന്നത്. ഇപ്പോഴാണ് സ്വർണ്ണച്ചിട്ടി എന്നെടുക്കുന്നത്. കാരണം കുറെ സ്വർണം വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവൻ നമുക്കൊരു ഭയങ്കര ആവശ്യമുള്ള സമയത്ത് വിൽക്കാം, അല്ലെങ്കിൽ പണയം വെക്കുമ്പോൾ അത് ഭയങ്കര ഒരു സപ്പോർട്ടാണ്. പക്ഷെ ഇപ്പൊ നമ്മളങ്ങനെ വെച്ച് നമുക്ക് ഇതുവരെ എടുക്കാൻ പറ്റില്ല. അവിടെ ഇരിക്കട്ടെ എന്ന് തന്നെ വെച്ച് ഇരിക്കട്ടെ എന്ന് തന്നെ വിചാരിച്ചിട്ടാണ്. വേണമെങ്കിൽ എടുക്കേണ്ട ആവശ്യം വന്നപ്പോ എടുക്കായിരുന്നു. പക്ഷെ അതിലുപരി നമുക്ക് കയറ്റി ഇട്ടണം നടക്കാന്നുള്ളതേ ഉള്ളൂ. പിള്ളേരാണെങ്കിൽ അങ്ങനെ ഇവർക്കൊന്നും അറിയില്ല കാര്യങ്ങളൊന്നും. പക്ഷെ അങ്ങനെ ഒരു ഇതില്ല. നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പല കാര്യങ്ങളും ഉണ്ട്. കഴിഞ്ഞ ദിവസം എടുക്കായിരുന്നു, പക്ഷെ നമ്മളത് ഒന്ന് വേറൊരു കാര്യം ചെയ്യണമായിരുന്നു, അത്യാവശ്യമായിട്ടൊരു കാര്യം ചെയ്യണമായിരുന്നു. അപ്പൊ എന്തായാലും എടുക്കും കേട്ടോ, ഒരു നെക്സ്റ്റ് മന്തിലേക്ക് എടുക്കും. അപ്പം എന്തായാലും നമ്മുടെ കാര്യങ്ങൾ ഇത്ര ഓടുന്നില്ലേ? ഇത്രയും കാര്യങ്ങൾ നമ്മളെന്തോ ഇതിനകത്ത് യൂട്യൂബിന് ഏണിങ്സ് മാത്രം കൊണ്ട് ജീവിക്കുന്ന അങ്ങനെ പറയില്ല. നമ്മൾ ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയോടാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഈ ഒരു വരുമാനം നമുക്ക് വലിയൊരു വരുമാനം തന്നെയാണ്. അതായത് നിങ്ങൾ ഓരോരുത്തരും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി നമ്മുടെ വീഡിയോ കാണുന്നതുകൊണ്ടാണ്. ചെറിയ വരുമാനം എന്ന് പറയാൻ പറ്റില്ല. അത് നമുക്ക് അന്നും വലുതാ ഇന്നും വലുതാ. അത് നിങ്ങൾ കണ്ടാണ് നമുക്ക് ആ വരുമാനം. അല്ല, നമ്മള് മെയിൻ ആയിട്ട് വീഡിയോ ഇടാത്തോണ്ടാണ് കേട്ടോ. വീഡിയോ ഇടുവാണെങ്കിൽ അത്യാവശ്യം ഒരു 50 രൂപ 60 രൂപയ്ക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നമ്മള് വീഡിയോ ഇടാത്തോണ്ടുള്ള വിഷയം ഇവിടെയാണ്. അപ്പം പക്ഷെ 50 രൂപ 60 രൂപ കിട്ടിയാലും നമുക്ക് അതിനകത്തൊന്നും ഒന്നും നമുക്ക് കൊടുക്കാനായിട്ട് തികയത്തില്ല. അപ്പം കടയുള്ളതുകൊണ്ടാണ് ആമീസുകളിലുള്ളതുകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം പോകുന്നത്. നമ്മൾ അതിൽ ഒരുപാട് അധ്വാനിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അല്ലാതെ അധ്വാനിക്കാതെയല്ല ഞങ്ങൾ രണ്ടുപേരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് അങ്ങനെയാണ് കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ, എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ. ഒരുമിച്ച് ഒരു കടയില്ലാതെ പേരുണ്ടെന്നേ ഉള്ളൂ. ലക്ഷ്മീസ് ഓൺലൈനിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആമീസോയുടെ നമ്മുടെ സെന്ററിൽ തന്നെ റണ്ണിങ് ആവുന്നു. അതെ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കാണാം കേട്ടോ. നാളെ കുഞ്ഞുങ്ങളൊക്കെ കാണിക്കാം. അപ്പൊ എല്ലാവർക്കും ടാറ്റ കേട്ടോ. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇത്രയും ദിവസം വീഡിയോ ഇടാത്തതിനും ഒക്കെ എല്ലാവരും ക്ഷമിക്കണം. മാക്സിമം കൊടുക്കാൻ പറ്റുന്നവർക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കമന്റ്സ്. പിന്നെ നമ്മൾ കൂടുതൽ അവൈലബിൾ അല്ലായിരുന്നു, അതുകൊണ്ട് കുറെ പേർക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പൊ രണ്ട് ഫോൺ കംപ്ലൈന്റ് ആണ്. ഒരു ഫോൺ കംപ്ലീറ്റ്ലി കംപ്ലൈന്റ്. അതുകൊണ്ട് എന്റെ മെയിൻ വാട്സപ്പ് കിട്ടത്തേ ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാനുമായിട്ട് ഭയങ്കര ഗുഡ് ടച്ചിലിരുന്ന എല്ലാവർക്കും മെസ്സേജ് ചെയ്യാത്ത ഇത് ചെയ്യല്ല. എന്റെ ഫോൺ കംപ്ലീറ്റ്ലി പോയി കേട്ടോ. ഞാൻ നന്നാക്കി എടുക്കണം. അതെ. അപ്പം എല്ലാവർക്കും ടാറ്റാ.